അല്ലെങ്കിൽ അതിനെ പ്രൊക്ലെയിം ചെയ്യുക, ഏറ്റുപറയുക. ലോകം കേൾക്കെ, പിശാച് കേൾക്കെ, ശരീരം കേൾക്കെ, എല്ലാ അന്തരീക്ഷങ്ങളും കേൾക്കെ നാം വിളിച്ചു പറയുമ്പോൾ അത് എല്ലാ പൈശാചിക നുഖങ്ങളെയും ഒടിച്ചു കളയുന്നതാണ്. കർത്താവിന്റെ വലിയ പ്രവർത്തികളെ കാണാനും അനുഭവിക്കുവാനും ദൈവകൃപയാൽ ഇടയായി തീരുന്നതാണ്. നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൻ്റെ മേൽ വഹിച്ചതിനാൽ ഞാൻ ഇനി പാപിയല്ല, ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാകത്തില്ല. എൻ്റെ സഹായം ലോക മനുഷ്യനല്ല, ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്നും വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൻ്റെ മേൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ദുരാത്മാക്കൾക്കോ എൻ്റെ മേൽ അവകാശമില്ല. ഞാൻ ദിവ്യ ആരോഗ്യത്തോടെ സമൃദ്ധിയോടിരുന്ന കർത്താവിൻ്റെ പ്രവർത്തികളെ വർണ്ണിക്കും. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയം അറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെ പറയും, യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തതില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ ശ്രേഷ്ഠകരമായ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വലിയ അത്ഭുതകരമായ പ്രവർത്തികൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ മാസം ജൂൺ 20 ശനിയാഴ്ച രാവിലെ അന്യഭാഷാ പ്രാർത്ഥനയും ദൈവത്തിൻ്റെതായിട്ടുള്ള വിടുതൽ പ്രൊഫറ്റിക്കൽ ഹീലിംഗ് ഡെലിവറൻസ് മീറ്റിംഗ് നമ്മൾ ആലപ്പുഴയിൽ നേരിട്ടല്ല, വെർച്വൽ മീറ്റിംഗ് ആണ്. ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ ലൈവിൽ വരും. ബാക്കിയുള്ള ആളുകൾ അവിടെ YWCA വഴിച്ചേരി ആലപ്പുഴ ഹാളിൽ നമുക്ക് ഒരുമിച്ച് കാണാം. ഈ ശനിയാഴ്ച കുറച്ച് 3-4 ദിവസം കൂടെ നമുക്കുള്ളൂ. അതിനുശേഷം നമുക്ക് ഈസ്റ്റ് ഹാമിൽ UK നമ്മുടെ പ്രാർത്ഥന നടക്കുന്നു. അതിൽ പങ്കുചേരുന്നവർക്കും അതിൻ്റെ ലൊക്കേഷൻ അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ആഗ്രഹിക്കുന്നവർ, താല്പര്യമുള്ളവർ അതിലേക്ക് വരിക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ 2 മീറ്റിംഗിന് ഓർത്ത് പ്രാർത്ഥിക്കുക. മസ്റ്റായിട്ട് ദേശങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തികൾ ദൈവത്താൽ കാണുക തന്നെ ചെയ്യും. പ്രത്യേകിച്ച് നിങ്ങൾ അന്യഭാഷ പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളെ, അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഈ 2 പ്രാർത്ഥന, 27-ാം തീയതി ജൂണിൽ നടക്കുന്ന പ്രാർത്ഥന, ആലപ്പുഴ നടക്കുന്ന പ്രാർത്ഥന 20-ാം തീയതി, രണ്ടും വഹിച്ചുകൊണ്ട് നിങ്ങൾ ആത്മാവിൽ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തുകൊണ്ടെന്നാൽ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ദേശത്തിന്റെ അധിപതികളെ തകർക്കുവാൻ കർത്താവിന്റെ സഭയ്ക്കാണ് അധികാരമുള്ളത്. സഭ പ്രാർത്ഥിച്ചാൽ അവിടെ ചലനമുണ്ടാകും. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. കാരാഗൃഹത്തിന്റെ അകത്ത് കിടന്ന പത്രോസ് ലീഗ പുറത്തു വന്നു. ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥന വിലയേറിയതാണ്. ശരീരമാകുന്ന കർത്താവിന്റെ സഭയാണ് നിങ്ങൾ ഓരോരുത്തരും. ആമേൻ. നമുക്കതിനുശേഷം ഓരോ പട്ടണത്തിലും പ്രയർ സ്റ്റേഷനുകളുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. സ്വർഗ്ഗം നമ്മളെ സഹായിക്കുന്നല്ലോ. ദൈവത്തിന്റെ കൃപയ്ക്ക് നന്ദി പറയും. നമുക്ക് വേഗത്തിൽ പ്രാർത്ഥനയോടെ തന്നെ വചനത്തിലേക്ക് പോകാം. കർത്താവിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഈ ദിവസങ്ങളിൽ വലിയ പ്രവൃത്തികൾക്കായി ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ടൊരു വാക്യം ഞാൻ വായിക്കാം. നമ്മൾ ഈ ദിവസങ്ങളിൽ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനമാണല്ലോ ധ്യാനിച്ചു വരുന്നത്. അതിൻ്റെ അകത്ത് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യമാണ്. ശ്രദ്ധിച്ചോണേ. ഈ ദിവസങ്ങളിൽ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനമാണ് ധ്യാനിച്ചു വരുന്നത്. അവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യന്റെ ജ്ഞാനമല്ല ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന്. ആ വാക്ക് ശ്രദ്ധിച്ചോണേ. നിങ്ങളുടെ വിശ്വാസം, അതായത് നമ്മുടെ വിശ്വാസത്തെ പറ്റി പറയുകയാണ്. ദാറ്റ് യുവർ ഫെയ്ത്ത് വുഡ് നോട്ട് റെസ്റ്റ് ഓൺ ഹ്യൂമൻ വിസ്ഡം ബട്ട് ഓൺ ദ പവർ ഓഫ് ഗോഡ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു, നമുക്ക് ട്രാൻസ്ലേഷൻ ഇനി മുതൽ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചകളിലും മാത്രമാക്കിയിരിക്കുകയാണ് തൽക്കാലത്തേക്ക്. സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് വെള്ളിയാഴ്ചയാണ് അടുത്ത് നമുക്ക് ട്രാൻസ്ലേഷൻ ഉള്ളത്. അതിനുവേണ്ടിയുള്ള ഒരുങ്ങി നിൽക്കുക. നോക്കി, മനുഷ്യന്റെ ജ്ഞാനം, ദൈവത്തിന്റെ ശക്തി. നമ്മുടെ വിശ്വാസം. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ, എനിക്കൊരു ദൈവപ്രവൃത്തി എൻ്റെ പ്രാർത്ഥനയിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ വചനധ്യാനം മിസ്സാക്കരുത്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേണ്ടതുള്ളത് പരിശുദ്ധാത്മാവ് പകർന്നിട്ടുണ്ട്. നോക്കി, ആ വാക്കുണ്ടോ? നിങ്ങളുടെ വിശ്വാസത്തിന്, നോക്കിക്കേ, നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യന്റെ ജ്ഞാനമല്ല, നോക്കിക്കേ, നോട്ട് ബി ബേസ്ഡ് ഓൺ ഹ്യൂമൻ വിസ്ഡം. അപ്പൊ നമ്മുടെ വിശ്വാസത്തിന്റെ ബേസ് അഥവാ ആധാരം, അതിൻ്റെ ആയിരിക്കുന്ന അവസ്ഥ എന്നുള്ളത് മനുഷ്യന്റെ ജ്ഞാനമല്ല, ദൈവശക്തിയാണ്. അപ്പൊ എന്താണ് ഈ മനുഷ്യന്റെ ജ്ഞാനം, ദൈവത്തിന്റെ ശക്തി?
ദൈവത്തിന്റെ ശക്തിയെപ്പറ്റി ബൈബിൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ക്രൂശിന്റെ വചനം, 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം നമ്മൾ കേട്ടായിരുന്നു. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമെങ്കിൽ രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തിയാണ്. അപ്പം കർത്താവായ യേശുവിന്റെ ക്രൂശിന്റെ വചനം എനിക്ക് ദൈവത്തിന്റെ ശക്തിയാണ്. അങ്ങനെയെങ്കിൽ എന്താണ് ഈ മനുഷ്യന്റെ ജ്ഞാനമെന്ന് പറയുന്നത്? ക്രൂശിന് വിരോധമായി നിൽക്കുന്നതെല്ലാം. ഇനി നമുക്ക് എവിടെ നിന്നാണ് ഇതിന്റെ ഉത്ഭവം? പലപ്പോഴും നമുക്കുണ്ടാകുന്ന ചില ഇമോഷൻ എവിടെ നിന്നാണ് നമുക്കത് പഠിക്കാം. നമുക്കതിനായിട്ട് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ അവിടുത്തെ എല്ലാ വാക്യം നമുക്കറിയാം. ഞാൻ 3 മുതൽ വായിക്കുവാണ്. എന്നാൽ നിങ്ങൾ സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിലെ നടുവിലെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത്, ദൈവം കൽപ്പിച്ചു എന്ന് പറഞ്ഞു. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കത്തില്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങൾ കണ്ണു തുറക്കും, നിങ്ങൾ നന്മ തിന്മകളെ കുറിച്ച് അറിയുന്നവരായി തീരും, ദൈവത്തെ പോലെ ആകും എന്ന് പറഞ്ഞു. അങ്ങനെ ഈ വാക്യം ശ്രദ്ധിച്ചോണേ. ആ ഫലം തിന്മാൻ നല്ലതും കാൺമാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ടിട്ട് ഫലം പറിച്ചു തിന്നു, ഭർത്താവിന് കൊടുത്തു, അവർ തിന്നു. ഉടനെ അവരുടെ കണ്ണു തുറന്നു, അവർ നഗ്നരെന്നറിഞ്ഞു, അത്തിയില കൂട്ടിത്തുന്നി അവർക്ക് എന്ത് ചെയ്തു? അരയാട ഉണ്ടാക്കി. എന്റെ ചോദ്യം ശ്രദ്ധിച്ചോണേ, ആദവും ഹവ്വായും കണ്ണ് കാണാത്തവരായിരുന്നു? അല്ലെന്ന് പറയുന്നതിന്റെ കാര്യം വചനം പറയുന്നത് കഴിച്ചപ്പോ അവരുടെ കണ്ണ് തുറന്ന് അപ്പോഴാണ് അവർ നഗ്നരാന്ന് മനസ്സിലായത്. അവർ കാഴ്ചയില്ലാത്തവരായിരുന്നു. ഇനി ഇവിടെ ശ്രദ്ധിച്ചോണം, എന്താണ് മനുഷ്യന്റെ ജ്ഞാനം? നോക്കിക്കേ, നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ചോണം. അവിടെ ഒരു വാക്കുണ്ട്, ആ പറിച്ച് കഴിക്കുന്നതിന് മുമ്പ് ഒരു വാക്കോടെ ഉണ്ട്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് സ്ത്രീ കൊണ്ട്. നോക്കി, ജ്ഞാനം കണ്ടോ? അപ്പൊ ഇത് എന്ത് ജ്ഞാനവാ? ദൈവത്തിന്റെ ജ്ഞാനമല്ല. ഇവിടെ മുതലാണ് ഈ വിസ്ഡം ഓഫ് മാൻ ആരംഭിക്കുന്നത്. വിസ്ഡം ഓഫ് മാൻ ആരംഭിക്കുന്നത് തന്നെ നോക്കിക്കേ, ദ ഹ്യൂമൻ വിസ്ഡം ആരംഭിക്കുന്നത് ഇവിടുന്ന. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഇതിനു മുമ്പ് ദൈവത്തിന്റെ സന്നിധിയിൽ പോകുന്ന സമയത്ത് ഇവർക്ക് വസ്ത്രം ഉണ്ടായിരുന്നോ? പറ. ഇല്ല. ഇവർക്ക് നഗ്നരായിരുന്നു. പക്ഷെ ഇവർക്ക് ഒരിക്കലും എന്ത് ചെയ്തില്ല, കർത്താവ് ഇവരുടെ കൂടെ നടക്കുമ്പോൾ ഇവർ നഗ്നരാണ്. നമുക്കറിയാം, നമ്മളിപ്പോ ഒരു നഗ്നരായിട്ട് കവലയിലോട്ടോ പുറത്തോട്ടോ, ഈവൻ നമ്മുടെ വീടിന്റെ മുറിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പോലും നമുക്കൊരു ഒരു ചമ്മലല്ലേ, ഒരു പേടിയല്ലേ, ആരെങ്കിലും കാണുമോ? അപ്പം ദൈവത്തിന്റെ മുമ്പിൽ നടന്ന അവർക്ക് ഇതൊന്നും തോന്നിയില്ല. അവർ നഗ്നരാന്നോ, കർത്താവിന് എന്ത് വിചാരിക്കുമെന്നോ, പരസ്പരം അവർക്കൊരു പെട്ടെന്ന് ഒരു നാണവോ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അതിന്റെ കാരണം ഇവരായിരുന്നത് ദൈവത്തിന്റെ ജ്ഞാനത്തിലായിരുന്നു. നോക്കിക്കേ, അപ്പൊ ദൈവത്തിന്റെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോണം, ആ ദൈവത്തിന്റെ മഹത്വമേറിയ നമ്മളെ അട്രാക്ട് ചെയ്യുന്ന, അതായത് സകല ബുദ്ധിയെ കവിയുന്ന ഒരു സ്നേഹത്തിന്റെ കവറിങ്ങിന്റെ കഥ. അതിന്റെ അർത്ഥം അവർക്ക് അവിടെ കുറവ് തോന്നിയില്ല. അവർക്ക് ദൈവത്തോട് കൂടെ നടക്കുമ്പോൾ അവർക്ക് ഒരിക്കലും അവര് 3 പേരാന്ന് തോന്നി കാണത്തില്ല. അവര് 3 പേരും ഒരുമിച്ച് നടക്കുമ്പോഴെല്ലാം അവരെ കവിയുന്ന ഒരു സ്നേഹവും മഹത്വവും വെളിപ്പെട്ടിരുന്നു. എന്നാൽ ഇത് പറിച്ചു കഴിച്ച നിമിഷം മുതൽ ജ്ഞാനമുണ്ടായി. ഈ ജ്ഞാനത്തിന്റെ പേരാണ് ഹ്യൂമൻ വിസ്ഡം. ഈ ഹ്യൂമൻ വിസ്ഡത്തിന്റെ ഒരു കുഴപ്പം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1 കൊരിന്ത്യർ ലേഖനം നമ്മൾ ആരംഭിച്ചത് എവിടുന്നാണ്? നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യന്റെ ജ്ഞാനമല്ല. അപ്പൊ നോക്കിക്കേ, ഇത് എവിടുന്നാ തുടങ്ങിയത്? ഉൽപ്പത്തിന്ന് ആരംഭിച്ചതാണ്. ഇതിന്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞു തരാം. ഇവിടെ നോക്കിക്കേ, ഇത് കഴിച്ച ഉടനെ അവർക്ക് എന്ത് സംഭവിച്ചു? അവരെ കണ്ണ് തുറന്നു, അവര് അത്തിയില കൂട്ടിത്തുന്നി ഞങ്ങൾക്ക് അരയാട ഉണ്ടാക്കി. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. ഇതാണ് പലപ്പോഴും വിശ്വാസിക്ക് ദൈവസന്നിധിയിൽ പോയി നിൽക്കാൻ പലപ്പോഴും കോൺഫിഡൻസ് ഇല്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ പലപ്പോഴും കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലുമ്പോൾ നമ്മുടെ അകത്ത് സ്നേഹമല്ല, പലപ്പോഴും ഭയവാ. ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ പലർക്കും ഞാൻ കണ്ടിട്ടുണ്ട്, പലർക്കും പേടിയാ. ഈ പേടി എവിടെ നിന്ന് ആരംഭിച്ചെന്നറിയാവോ? ഹ്യൂമൻ വിസ്ഡം ആക്റ്റീവ് ആയപ്പെടാം. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ യേശുവിലായെങ്കിലും എൻ്റെ കുറവുകൾ കർത്താവേ, എന്നോട് കർത്താവിൻ്റെ അനുഗ്രഹത്തിന് തടസ്സമാരെന്ന് പറയാൻ കാരണം ഈ ഹ്യൂമൻ വിസ്ഡത്തിലാണ് ഇപ്പോഴും നിങ്ങളുടെ വിശ്വാസം ബേസ് ചെയ്തിരിക്കുന്നത്.
ഹ്യൂമൻ വിഷത്തിന്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ എപ്പോഴും പെർഫെക്റ്റ് ആകാൻ ഒരു ചിന്ത നമ്മുടെ അകത്തോട്ട് വരും. കുറച്ചും കൂടെ ദൈവസന്നിധിയിൽ ഇങ്ങനെ പെർഫെക്റ്റ് ആയി നിൽക്കണം. ഞാൻ എന്ന വ്യക്തി എപ്പോഴും ദൈവസന്നിധിയിൽ മോഡിഫൈ ചെയ്യുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ആദത്തിനും ഹവ്വയ്ക്കും വസ്ത്രം പോലുമില്ല. പക്ഷെ അവര് ദൈവത്തിന് മുമ്പിൽ പോയപ്പോഴേക്ക് ഒരു വസ്ത്രം കിട്ടിയിരുന്നെങ്കിൽ, ഒരു അത്തിയില കിട്ടിയിരുന്നെങ്കിൽ, ഒരു ചുരിദാർ കിട്ടിയിരുന്നെങ്കിൽ, ഒരു സാരി കിട്ടിയിരുന്നെങ്കിൽ, എങ്ങനെയാ പ്രാർത്ഥനയ്ക്ക് ദൈവം വരുമ്പോ എങ്ങനെയാ പോകുന്നത്? അവർക്ക് അതൊന്നും ചിന്ത വന്നില്ല. കാരണം അവർക്ക് ദൈവത്തെ കാണാനും ദൈവത്തിന്റെ കൂടെ നടക്കാനും ഭയങ്കര ഒരു സ്നേഹവും മഹത്വവും അവരെ പൊതിഞ്ഞിരുന്നു. കണ്ടോ? എന്നാണോ മനുഷ്യന്റെ വിസ്റ്റം അവരിലേക്ക് പ്രവേശിച്ചത്, ആ നിമിഷം മുതൽ അവർക്ക് ദൈവസന്നിധിയിലേക്ക് ചെല്ലാൻ കഴിയുന്നില്ല. ഇത് തന്നെയാണ് നമ്മുടെ കുഴപ്പം. എന്നാ പ്രതികൂലം വന്നാലും യേശുവേന്ന് വിളിച്ചോണം. ഇനി ഞാൻ പറഞ്ഞില്ലേ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മിസ്റ്റേക്കുകൾ മനഃപൂർവ്വം ചെയ്യുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം. ഒരു തെറ്റ് പിന്നെയും മനഃപൂർവ്വം ചെയ്യുവാണെങ്കിൽ കർത്താവേ, ഈ ബലഹീന സ്വഭാവത്തിൽ തന്നെ പുറത്തു വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അധികം കൃപ എനിക്ക് വേണം, എനിക്ക് ജയിക്കാനുള്ള ശക്തി തരണം എന്ന് ദൈവത്തോട് പറഞ്ഞാൽ മതി. 2, നമുക്ക് മിസ്റ്റേക്കുകൾ സംഭവിക്കുമ്പോൾ ഓടി ഒളിക്കരുത്. കാര്യം ഓടി ഒളിക്കുമ്പോൾ എന്നാ പ്രശ്നം എന്നറിയാവോ? ഓടി ഒളിക്കുമ്പോൾ നിങ്ങളെ തന്നെ പെർഫെക്റ്റ് ആക്കാൻ നോക്കും, നമ്മളിൽ തന്നെ മോഡിഫിക്കേഷൻ വരുത്താൻ നോക്കും. ഇനി എന്താണ് 1 കൊരിന്ത്യർ ലേഖനവുമായിട്ട് ബന്ധം? നിങ്ങളുടെ വിശ്വാസത്തിന് നോക്കി നിങ്ങളുടെ വിശ്വാസത്തിന് so that your faith would not based on human wisdom but on the power of God. അതിന്റെ അർത്ഥം നിങ്ങളുടെ വിശ്വാസം ബേസ് ചെയ്തിരിക്കുന്നത് ഹ്യൂമൻ വിസ്ഡം അല്ല, ക്രൂശാണ്. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു? ആ വചനം ഒന്ന് പറയാൻ പറ്റും? നമ്മൾ പറഞ്ഞായിരുന്നു കൊരിന്ത്യർ ലേഖനം ആരംഭിച്ചപ്പോൾ ആ വാക്യം പറഞ്ഞു. ഏത് വാക്യം അത്? ഓർമ്മയുണ്ടോ? കണ്ടോ? അപ്പൊ എന്റെ വിശ്വാസത്തിന്റെ ആധാരം ക്രൂശാണ്. എന്താ ക്രൂശ്? ഞാൻ വരാൻ വേണ്ടി പോണേ. നമുക്ക് ദൈവശക്തിയാവും. നോക്കി, അപ്പൊ എന്താണ് ഈ ക്രൂശ് എന്ന് പറഞ്ഞാൽ? എന്റെ വിശ്വാസത്തിന്റെ ആധാരം ക്രൂശാണ്. അതായത് എന്റെ വിശ്വാസത്തിന്റെ ആധാരം മനുഷ്യന്റെ ജ്ഞാനം. ഞാൻ പറഞ്ഞു തരാം. മനുഷ്യന്റെ ജ്ഞാനം, ഒരു തെറ്റ് പറ്റി ഇവർക്ക്. പിശാചിന്റെ വാക്ക് കേട്ട് നന്മതിന്മകളെ പറ്റിയുള്ള അറിവിന്റെ വൃക്ഷം അനുസരണക്കേടാണ് സംഭവിച്ചത് അവിടെ. ആ വൃക്ഷത്തെക്കാൾ ഉപരി അനുസരണക്കേടാണ്. അപ്പൊ ഇത് പറഞ്ഞോ. സ്വോത്രം പാസ്റ്റർ. ഇവരെ നമ്മളെ വീട്ടിന്റെ അടുത്ത് 2 ആള് വർത്താനം പറയൂല. ഏട്ടൻ വർത്താനം പറയൂല, ഓള് വർത്താനം പറയൂല. പിന്നെ ഓൾക്ക് ഏട്ടനക്ക് കാലിന് നടക്കാനും പറ്റാത്ത വല്ലാത്ത ഒരു കഷ്ടായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് നോക്കിക്ക് സുഖമായിക്കില്ല. ഞാൻ ഉറപ്പായിട്ടും പ്രാർത്ഥിക്കുന്ന നമ്മൾ ഈ വചനം കഴിഞ്ഞതിന് ശേഷം പ്രാർത്ഥിക്കും കേട്ടോ. ഈ വചനം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാൻ പ്രാർത്ഥിക്കും കേട്ടോ. അവിടെ പറയണം, അവിടെ ഇരിക്കുന്ന കേൾക്കുക. കേട്ടതിന് ശേഷം ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും കേട്ടോ. ധൈര്യമായിട്ടിരിക്കുക. ഈ വചനം അവർക്ക് പ്രവർത്തിക്കുവേ. ആമേൻ. ശ്രദ്ധിച്ചോണേ. ഇതിന് ശേഷം ഞാൻ ഇപ്പോൾ നിങ്ങൾ എല്ലാവരും പറയാം. ഈ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. പരിശുദ്ധാത്മാവി വചനത്തിലൂടെ സംസാരിക്കും. നോക്കി, വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിലെ ഒച്ച കേട്ട് ആ മനുഷ്യൻ തന്റെ ഭാര്യ നോക്കി, ഇവര് തമ്മിൽ എന്ത് ചെയ്തു? ഇവര് നേരെ പോയി ഒളിച്ചിരുന്നു. എന്തു പ്രതികൂലം വന്നാലും പലരും കണ്ടില്ല, ഉടനെ പ്രാർത്ഥന അങ്ങ് നിർത്തും. പ്രിയരെ, എന്ത് വിഷയം വന്നാലും പ്രാർത്ഥിക്കണം. എന്ത് വിഷയം വന്നാലും യേശുവേ എന്ന് വിളിച്ചോണം. അതിന്റെ കാരണം മനുഷ്യന്റെ ജ്ഞാനത്തിന്റെ പ്രശ്നം നമ്മളെ പുറകോട്ട് വലിക്കും. ഇനി നോക്കിക്കോണം. അടുത്ത വാക്യത്തിൽ പറയുന്നു, ദൈവത്തിന്റെ ഒച്ച കേട്ട് അവര് നഗ്നരെന്നത് കൊണ്ട് ഭയപ്പെട്ടു. നോക്കിയേ, ഒളിച്ച്. ഇതൊക്കെ നമ്മുടെ അകത്ത് പലപ്പോഴും വരത്തില്ലേ? ഒളിച്ച് എന്ന് പറഞ്ഞു. നീ നഗ്നൻ നിന്നോട് ആരെന്ന് പറഞ്ഞു. ഉടനെ പറയുവാണ്. നമുക്ക് വചനം ഈ പ്രാവശ്യം എടുത്തിട്ടുള്ളതാണ്. എന്ത് ചെയ്തു? പിശാച് നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് പലപ്പോഴും ഈ പഴി ചാരുക. പലപ്പോഴും നമുക്കൊരു മിസ്റ്റേക്ക് പറ്റിയാൽ പഴി ചാരാൻ പോകരുത്. നോക്കിക്കേ, നീ നഗ്നൻ എന്ന് നിന്നോട് ആരെന്ന് പറഞ്ഞു. നീ തിന്നരെന്ന് പറഞ്ഞ വൃക്ഷം നീ തിന്നോ എന്ന് ചോദിച്ചു. അടുത്തത്, അതിന് മനുഷ്യൻ മനുഷ്യൻ എന്നോട് ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷത്തിന്റെ ഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു. ഇത് ശരിക്കും പറഞ്ഞ തെറ്റാണ്. തമ്പുരാൻ ചോദിച്ചത് നീ തിന്നോ? ഉടനെ ആദത്തിന്റെ മറുപടി, ഞാൻ എൻ്റെ കൂടെ ഇരിക്കാൻ തന്നെ. കള്ളം. നോക്കി, ഒരാളുടെ മേലേക്ക് പഴി ചാരുന്നത് കൊണ്ടോ? പലപ്പോഴും നമ്മൾ സ്വയം നമ്മളെ തന്നെ വിധിക്കുകയും നമ്മുടെ പ്രശ്നമാണെന്ന് പറഞ്ഞ് നമ്മൾ കുറ്റപ്പെടുത്തുകയും മറ്റൊരാളെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന സ്വഭാവം എവിടെ നിന്ന് തുടങ്ങിയെന്ന് അറിയാവോ? വിസ്ഡം ഓഫ് മാൻ. ദൈവത്തിന്റെ ജ്ഞാനം തുറന്നപ്പോഴാണ് ഇത് തുടങ്ങിയ മനുഷ്യന്.
ഒന്ന് മനുഷ്യൻ പറയുകയാണ്, എനിക്ക് തെറ്റു പറ്റി എന്ന് പറയത്തില്ല. പകരം എന്ത് ചെയ്തു? എൻ്റെ കൂടെ ഇരിക്കാൻ തന്ന സ്ത്രീ എനിക്ക് എന്ത് ചെയ്തു? അത് തന്നു, ഞാനത് കഴിച്ചു. കണ്ടോ? കർത്താവേ, തെറ്റു പറ്റിപ്പോയി കർത്താവേ എന്ന് പറഞ്ഞാൽ കർത്താവ് സഹായിക്കും. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു? ഇവർക്കകത്ത് ഹ്യൂമൻ വിസ്റ്റത്തിന്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ, ഒന്ന്, നമ്മുടെ കുറവ് എപ്പോഴും നമ്മൾ ഉയർത്തിപ്പിടിക്കും. രണ്ട്, മറ്റുള്ളവരിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? എപ്പോഴും. അതുകൊണ്ട് പലപ്പോഴും അതുകൊണ്ട് ഞാൻ അനുഗ്രഹിക്കുന്ന ആ കാരണം കൊണ്ട്, ഈ കാരണം കൊണ്ട്, ഈ കുഴപ്പം കൊണ്ട്, ആ കുഴപ്പം കൊണ്ട്, ഇതെല്ലാം വന്നത് ഈ ഹ്യൂമൻ വിസ്റ്റത്തിൽ നിന്നാണ്. പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസത്തിന്റെ ആധാരം മനുഷ്യന്റെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി അഥവാ ക്രൂശാണ്. അതുകൊണ്ട് പേടിക്കേണ്ട. എന്താ ക്രൂശ് എന്ന് പറയാം. നോക്കിക്കേ, ദൈവം മനുഷ്യരോട് പറഞ്ഞു, നമുക്കറിയാം പാമ്പിന്റെ കാര്യം. സ്ത്രീ പറയുന്ന പാമ്പാണ്. നോക്കിക്കേ, പുരുഷൻ പറഞ്ഞ് സ്ത്രീയാണ്, സ്ത്രീ പറഞ്ഞ് പാമ്പാണ്. അവസാനം തമ്പുരാൻ പറഞ്ഞ് കാര്യം ചെയ്യും, എല്ലാവരോടും പറയുകയാണ്, നിനക്ക് എല്ലാവർക്കും ശാപം വരാൻ വേണ്ടി ചെയ്യരുതെന്ന് പറഞ്ഞ അനുസരണക്കേട് എന്ത് ചെയ്തു? അവിടെ ശാപത്തെ കൊണ്ടുപോകും. നമ്മൾ ഇന്നലെ ആ വാക്കി എടുത്തായിരുന്നല്ലേ, ഞാൻ നിനക്കും സ്ത്രീയുടെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാകും. നോക്കിക്കേ, അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. നോക്കിയേ, ലീന സിസ്റ്ററെ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. അപ്പൊ യേശു ക്രിസ്തുവിലൂടെയുള്ള ഈ മനുഷ്യന്റെ ജ്ഞാനത്തെ തകർക്കുന്ന ക്രൂശിനെ തമ്പുരാൻ ഉൽപ്പത്തിയിൽ തന്നെ ഒരുക്കി. നോക്കിയേ, എന്നിട്ട് ഈ മനുഷ്യന്റെ ജ്ഞാനവും വെച്ചോണ്ടാണ് ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്? ആദവും ഹൗവയും ജീവിക്കാൻ പോകുന്നത്. നോക്കിയോണേ, ഇനി അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മുഴുവൻ പരിശുദ്ധാത്മാവിലല്ല, അവരിനി ജീവിക്കാൻ വേണ്ടി പോകുന്നത് ഹ്യൂമൻ വിസ്ഡത്തിലാണ്. അപ്പൊ എന്താണ് ഈ ഹ്യൂമൻ വിസ്ഡം? നോക്കിക്കേ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഉൽപ്പത്തി പുസ്തകത്തിന്റെ അകത്ത് മനുഷ്യൻ എന്ത് ചെയ്തു? ഈ ദൈവം പറഞ്ഞ കാര്യത്തെ അനുസരണക്കേട് നിമിത്തം അവരുടെ അകത്തേക്ക് മനുഷ്യന്റെ ജ്ഞാനം വന്നു. മനുഷ്യന്റെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ശത്രുത്വം വന്ന് ബൈബിൾ പറയും. അതിന്റെ അർത്ഥം മനുഷ്യൻ തന്നെ തീരുമാനമെടുക്കാൻ തുടങ്ങി. മനുഷ്യന്റെ കൊടുത്തിരുന്ന ആ മഹത്വത്തെ അത് കളഞ്ഞു. ഇനി അവൻ ജീവിക്കുന്നത് മുഴുവനും അവന്റെ ജ്ഞാനത്തിലാണ്. എന്റെ കൂടെ പറഞ്ഞാട്ടെ, ഇനി ആദവും ഹൗവയും ജീവിക്കാൻ പോകുന്നത് അവർക്ക് ലഭിച്ച ജ്ഞാനത്തിലാന്ന് പറ. ഇതുകൊണ്ടാണ് യേശു നിങ്ങൾ തിരിച്ച് ശിശുക്കളെ പോലെ ആകാൻ പറഞ്ഞത്. ശിശുക്കളോട് നിങ്ങൾ നോക്കിയാൽ മതി. അവർക്ക് നിങ്ങൾ കൊണ്ട് ഉടുപ്പിട്ട് കഴിഞ്ഞാൽ അവർക്ക് അതൊന്നും വിഷയമല്ല. നിങ്ങളിപ്പോൾ ഒരു കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് ഉടുപ്പല്ല ഊരിയിട്ട് ആ ഏതെങ്കിലും ടൗണിൽ കൊണ്ടുവന്ന് നിങ്ങൾ വഴി നിർത്തിയാൽ കൊച്ചിന് ഒരു കൂസലുമില്ല. സത്യമല്ലേ? അത് അവിടെ ഇരുന്ന് എൻജോയ് ചെയ്യും. അവിടെ ഇരുത്തിയാൽ അത് കളിച്ചുകൊണ്ടിരിക്കുക. അത്ര ആൾക്കാരുണ്ടെങ്കിലും ഇനി ലക്ഷക്കണക്കിന്, ഇനി അവിടുത്തെ ഇന്ത്യൻ പ്രസിഡന്റ് വന്നാൽ പോലും കൊച്ചിന് വിഷയമല്ല. കാരണം എന്തുവാ? അത് ആ ലോകത്തെ അല്ല. ഇതേപോലെ ആദവും ഹവ്വായും അവരെ നോക്കിയല്ല അവർ ജീവിച്ചത്. പകരം ദൈവത്തിന്റെ ലോകത്തിലായിരുന്നു, ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ അകത്തായിരുന്നു അവരായിരുന്നത്. അവർക്ക് ഒന്നും വിഷയമല്ലായിരുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ പൊക്കോണ്ടിരുന്ന ജനം പെട്ടെന്ന് എന്ത് ചെയ്തു? ഈ ദൈവത്തിന്റെ മഹത്വത്തിൽ നിന്ന് താഴേക്ക് പോയി. മനുഷ്യൻ ഇങ്ങനെ പൊക്കോ. അപ്പൊ ദൈവത്തിന്റെ പ്ലാൻ എന്തുവാ? യേശുവിലൂടെ വീണ്ടും ഇവരെ വീണ്ടെടുക്കണം. നഷ്ടപ്പെട്ടു പോയ മഹത്വത്തിലേക്കും നഷ്ടപ്പെട്ടു പോയ ദൈവജ്ഞാനത്തിലേക്കും ഇവരെ തിരിച്ചു കൊണ്ടുവരണം. ഇതിനു വേണ്ടി തമ്പുരാൻ എന്ത് ചെയ്തു? യേശു ക്രിസ്തുവിനെ ഒരുക്കി. അതുകൊണ്ടാണ് സ്ത്രീയുടെ സന്തതി സർപ്പത്തിന് തല തകർക്കും. ഇനി ഉൽപ്പത്തി പുസ്തകം 6-ാം വാക്യം വായിക്കുന്ന സമയത്ത് ഈ 6-ാം വാക്യത്തിന്റെ 7-ാം വാക്യത്തിൽ പറയുന്നു, താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കിയത് കൊണ്ട് യഹോവ അനുതപിച്ചു. കാരണം മനുഷ്യൻ നന്മ തിന്മകളെ പറ്റി തിരിച്ചറിഞ്ഞിട്ട് ജീവിതത്തിൽ എല്ലാ കൊള്ളരുതായ്മയും കാണിക്കാൻ തുടങ്ങി. നോക്കിക്കേ, വചനം പറയുന്നു, അതുകൊണ്ട് അവന്റെ ഹൃദയത്തിൽ ദുഃഖമായി ദൈവത്തിന്. താൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നശിപ്പിക്കുകയും, നോക്കി, ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയുകയും മനുഷ്യനെ, മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പറവകളെയും പക്ഷികളെയും തന്നെ അവയെ ഉണ്ടാക്കുകയും കൊണ്ട് താൻ അനുതപിച്ചു എന്ന് യഹോവ അരുളി ചെയ്തു. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നിങ്ങൾ വാക്കാണ് ആദ്യമായി ബൈബിളിൽ കൃപ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഉൽപ്പത്തിയില്ല. ഇന്നാളെ ഞാൻ പറഞ്ഞായിരുന്നു, ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടോ? എന്താണ് കൃപ? അർഹിക്കാത്ത നന്മ, അർഹിക്കാത്തൊരു നന്മ. നോക്കിക്കേ, നോഹയ്ക്ക് അർഹിക്കാത്തൊരു നന്മ കിട്ടി. അതിന്റെ പേരാണ് കൃപ. നോക്കിക്കേ, നോഹയ്ക്ക് കൃപ ലഭിച്ചു. അപ്പൊ നോഹയുടെ കൃപ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ശ്രദ്ധിച്ചോണം, അൺമെറിറ്റബിൾ ഫേവർ, ദൈവവുമായ ഒരു കണക്ഷൻ നോഹയ്ക്ക് വന്നു. അതിന്റെ അർത്ഥം നോഹയുടെ നാട്ടുകാരും വീട്ടുകാരുടെ എല്ലാ സ്വഭാവം എന്ന് പറഞ്ഞാൽ
സകല തിന്മയും കാണിക്കുന്ന സ്വഭാവമാണ് ഈ നോഹയുടെ നാട്ടുകാർ. നോക്കിയേ, ദൈവത്തിന് വരെ ദുഃഖം തോന്നി, എന്തിനാണോ ഇതിനെയൊക്കെ നിർമ്മിച്ചത് ഭൂമിയിൽ നിന്ന്. കണ്ടോ, അതേപോലെ പാപം പെരുകുക. ഇന്നത്തെ പോലെ കോടതിയില്ല, പോലീസില്ല, വക്കീലില്ല, ഒന്നുമില്ല, ബൗണ്ടറീസ് ഒന്നുമില്ല. അപ്പൊ അതുപോലെ മനുഷ്യൻ മ്ലേച്ഛത നടത്തുക. മനുഷ്യന്റെ സ്വഭാവം കണ്ട് തമ്പുരാൻ പറയുന്നത് എന്തിനാണോ എന്താണ്. ഇതാണ് വിസ്ഡം ഓഫ് മാൻ. മനുഷ്യൻ തന്റെ ബുദ്ധിയിൽ ചെയ്യാൻ തുടങ്ങി എല്ലാം. അവൻ ഇഷ്ടമുള്ളത് ചെയ്യാൻ തുടങ്ങി. അവൻ അവന്റെ ഒരു ലോകത്തെ സൃഷ്ടിച്ചു. എന്നാൽ നോഹയ്ക്ക് ഒരു കൃപ ലഭിച്ചു, ഒരു സെപ്പറേഷൻ. നോക്കിക്കേ, നോഹയ്ക്ക് ഒരു കൃപ ലഭിച്ചു. നോഹയെ സെപ്പറേറ്റ് ചെയ്ത് നോക്കിക്കോണം. എന്നിട്ട് നോഹയോട് പറഞ്ഞു, ഞാൻ ഈ വാക്കി ഫുൾ എടുക്കുന്നില്ല. നോക്കിക്കേ, നോഹയുടെ അടുത്തേക്ക് വന്ന സമയത്ത് ഇവിടെ നമുക്കറിയാം, ദൈവം നോഹയോട് കൽപ്പിച്ചത് എന്തെന്നാൽ സകല ജഡത്തിന്റെയും അവസാനം എൻ്റെ മുമ്പിൽ വന്നിരിക്കും. നോക്കിക്കേ, സകല ജഡത്തെയും അവസാനിപ്പിക്കാൻ വേണ്ടി പോവാ. ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, താൻ ഭൂമിയെ നശിപ്പിക്കാൻ വേണ്ടി പോകുന്നു എന്ന് ദൈവം പറഞ്ഞു. നോക്കിക്കേ, എന്നിട്ട് നോഹയോട് പറഞ്ഞു, നീ ഗോഫർ മരം കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കണം. നിങ്ങൾക്കറിയാം, ബൈബിളിൽ ഒരു വാക്യമുണ്ട്, നോഹയുടെ പെട്ടകം സ്നാനത്തിനൊരു മുൻകുറിയാണ്. ഇതെല്ലാം ഓർത്തോണെ, സ്നാനത്തിനൊരു മുൻകുറിയാണ്. അതായത് ലോകം പോകുന്ന പോക്കിലല്ല, ദൈവത്തിന്റെ ജ്ഞാനം കൊണ്ട് തമ്പുരാൻ എന്ത് ഒരു ഗോഫർ മരം ഉണ്ടാക്കാൻ പറഞ്ഞു. നോക്കിക്കേ, അപ്പൊ നിങ്ങൾക്കറിയാം, ഞാൻ ഇതിനെ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഗോഫർ മരമൊക്കെ പിന്നീട് വായിച്ചാൽ മതി, അതിന്റെ വലിപ്പമൊക്കെ വായിച്ചാൽ മതി. അതിനെപ്പറ്റി ഒത്തിരി പറയുന്നുണ്ട്. അതൊന്നും നമുക്ക് സമയത്തിന്റെ വരുമ്പോൾ ചാടി അങ്ങ് പോവാണ്, വായിച്ചാൽ മതി പിന്നീട്. നോക്കിക്കേ, എന്നിട്ട് പറയണം, നീ ഒരു പെട്ടകം ഉണ്ടാക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ആകാശത്തിന് കീഴിലുള്ള സകല ജീവശ്വാസമുള്ള സർവ്വജഡത്തെയും നശിപ്പിപ്പാൻ ഞാൻ ഭൂമിയിൽ ഒരു ജലപ്രളയം വരുത്തുകയും ഭൂമിയിലുള്ളതൊക്കെ നശിപ്പിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. സകലതും നശിപ്പിക്കാൻ വേണ്ടി പോവാ. ദൈവം മുഴുവൻ വാനിഷ് ചെയ്യാൻ വേണ്ടി പോവാ. അതുവരെ ദൈവം മറച്ചു വെച്ചൊരു സംഭവമായിരുന്നു മഴ. ഭൂമിയിൽ അന്ന് വരെ മഴ പെയ്തിട്ടില്ല. അപ്പൊ ഓർത്തോണെ, ദൈവത്തിന് ഇതെല്ലാം മുന്നമേ അറിയാം. ഉൽപ്പത്തി പുസ്തകത്തിൽ നന്മ തിന്മകളെ പറ്റി അറിവിന്റെ വൃക്ഷത്തെ ഇവരിത് ഭക്ഷിച്ചു. അപ്പൊ ഇവർക്ക് എന്ത് സംഭവിച്ചു? ഇവർക്ക് ജ്ഞാനം, മനുഷ്യന്റെ ജ്ഞാനം കിട്ടി. മനുഷ്യന്റെ ജ്ഞാനം കിട്ടി തമ്പുരാൻ പറഞ്ഞു, ഇത് ക്രിസ്തു വന്ന് ഇത് മൊത്തം നിരപ്പിക്കും. പക്ഷെ മനുഷ്യൻ എന്ത് ചെയ്യുന്നറിയാം, വന്നു മുതൽ അവൻ തോന്നിവാസം നടക്കാൻ തുടങ്ങി, പാപം ചെയ്ത് പെരുകാൻ. അപ്പൊ ദൈവത്തിന് ഇത് എങ്ങനെ പോയി കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾക്ക് പറയും, ഇപ്പൊ നമ്മുടെ നാട്ടിൽ പോലീസും കോടതിയും ഒന്നും ഇല്ലെന്ന് വിചാരിച്ചു. പോലീസും ഇല്ല, കോടതിയില്ല, ഒന്നുമില്ല. ഒന്ന് ഇമാജിൻ ചെയ്തേ, ഉണ്ടായിട്ട് തന്നെ എന്തെല്ലാം തെറ്റാ നടക്കുന്നത്. ഉണ്ടായിട്ട് തന്നെ ഇതൊന്നും ഇല്ലെങ്കിലോ? ഇതായിരുന്നു അന്നത്തെ അവസ്ഥ. ആരും നിയന്ത്രിക്കാനില്ല. ചോദിക്കാൻ വരുന്നവനെ കൊന്നുകളയുന്നു, പരസ്പരം പാപം ചെയ്യുന്നു, കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നു, പീഡിപ്പിക്കുന്നു. വല്ലാത്ത മൃഗീയമായ സ്വഭാവം മനുഷ്യൻ കാണിക്കുക. ഇങ്ങനെ പോയപ്പോ തമ്പുരാൻ പറഞ്ഞു, ശരിയാകത്തില്ല, നശിപ്പിക്കാൻ വേണ്ടി പോവാ. പത്രോസിന്റെ ലേഖനം പറയുന്നു, നീ ഈ പെട്ടകം ക്രിസ്തുവിനൊരു സ്നാനത്തിനൊരു നിഴലാണ്. ദൈവം പ്രളയത്തെ, അപ്പൊ അതുവരെ ദൈവം മഴയെ ഒളിപ്പിച്ചു വെച്ചു. ഇതെല്ലാം ഓർത്തോണെ, മഴ ഒളിപ്പിച്ചു വെച്ചു. അതുവരെ നോഹ പ്രസംഗിക്കാൻ തുടങ്ങി, മഴ പെയ്യാൻ പോവുക, മഴ പെയ്യാൻ പോവുക, പ്രളയം വരാൻ പോവുക, പ്രളയം വരാൻ പോവുക. ഞാൻ ചോദിച്ചോട്ടെ, 2018 വെള്ളപ്പൊക്കം വന്ന് പ്രളയം വരുന്ന സമയത്ത് നമ്മളെല്ലാവരും ഷോക്കായി അല്ലേ? ഉൽപ്പത്തി പുസ്തകത്തിൽ ഇവർ ഇന്ന് വരെ മഴ കണ്ടിട്ടില്ല. ഇന്ന് വരെ പ്രളയം, അവിടെ നദിയും തോടും കടലും ഒക്കെ ഉണ്ട്. പക്ഷെ വെള്ളപ്പൊക്കം എപ്പോഴാണ് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് പറഞ്ഞു? എപ്പോഴാണ് നമുക്ക് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്? മഴയില്ലാത്തപ്പോ എന്ത് രസമല്ലേ? കടൽ അതുപോലെ തന്നെ, കായൽ അതുപോലെ തന്നെ, തോടും ആറും ഒക്കെ അതേപോലെ തന്നെ. പക്ഷെ മഴ വരുമ്പോൾ ഇതിന്റെ ഷേപ്പ് മാറും. മഴ വരുമ്പോൾ ഇതിന്റെ ഷേപ്പ് മാറും. അതുവരെ ഇവർക്ക് മനസ്സിലായില്ല മഴ എന്നാന്നുള്ളത്. അപ്പൊ ഇവരോട് പറഞ്ഞു, വലിയ പ്രളയം വരാൻ വേണ്ടി പോവാണ്, ഭയങ്കര സംഭവം വരാൻ വേണ്ടി. ഇവരാരും കേട്ടില്ല. പക്ഷെ എന്ത് സംഭവിച്ചു? ദൈവം നോഹ ഇങ്ങനെ അപ്പൊ കൃപ ലഭിച്ചവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നോഹ മഴ കണ്ടില്ല, നോഹയ്ക്ക് മഴ അറിയത്തില്ല, പക്ഷെ കൃപ ലഭിച്ചു. അൺമെറിറ്റബിൾ ഫേവർ ലഭിച്ചു. അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് യേശുക്രിസ്തുവിലേക്ക് വന്നു കഴിയുമ്പോൾ മനുഷ്യൻ നിങ്ങളെ പരിഹസിക്കുമ്പോഴും മനുഷ്യൻ നിങ്ങളെ കളിയാക്കി പറയില്ല, സഹോദരി ഇങ്ങനെ ചുമ്മാ പ്രാർത്ഥനയും വിശ്വാസവും ഒക്കെ നടന്നാൽ മതിയോ, വല്ലതും നടക്കുമെന്ന് ചോദിക്കുമ്പോൾ നാം പലരും കളിയാക്കി ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്നാ ചിരി വരാത്തത്? പ്രാർത്ഥന കൊണ്ട് വല്ലതും കാര്യം നടക്കുമെന്ന് കളിയാക്കി ചോദിച്ചാൽ നിങ്ങൾ എന്താ പരിഹസിക്കുന്ന കൂടെ ചിരിക്കാത്തത്? നമുക്കറിയാം. കണ്ടോ, നിങ്ങളുടെ അകത്തൊരു ജ്ഞാനമുണ്ട്, പ്രാർത്ഥനയാൽ അത്ഭുതം നടക്കും. ഇത് നോഹയ്ക്ക് മാത്രമേ കിട്ടിയുള്ളൂ. നോഹയുടെ ഹൃദയത്തിൽ തമ്പുരാൻ ഒരു അറിവ് കൊടുത്തു, നീ രക്ഷപ്പെടും.
കണ്ടോ? പക്ഷെ ഇത് അവിടെയുള്ള മനുഷ്യർക്ക് മനസ്സിലാകുന്നില്ല. അവർക്ക് ദൈവത്തിന്റെ ജ്ഞാനം കിട്ടിയിട്ടില്ല. അവര് ബേസ് ചെയ്തിരിക്കുന്നത് ഹ്യൂമൻ വിസ്ഡമാണ്. മനുഷ്യൻ ഇതുവരെ മഴ കണ്ടിട്ടില്ല. മനുഷ്യൻ ഇന്നേ വരെ വെള്ളം കണ്ടിട്ടുണ്ട്, കായലും തോടും കടലും കണ്ടിട്ടുണ്ട്, മഴ കണ്ടിട്ടില്ല. ഉൽപ്പത്തി പുസ്തകം പറയുന്നു, ദൈവം ഭൂമിയിൽ മഴ പെയ്യിച്ചില്ല, മഞ്ഞ് പൊങ്ങി ഭൂമിയെ നനച്ചിരുന്നു. അപ്പൊ ഇതെന്ത് സംഭവിച്ചു? ഇവരുടെ വിസ്ഡത്തിന്റെ അകത്ത്. അതുകൊണ്ടാണ് ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തത്, ഒരു ചെവി കേട്ടിട്ടില്ലാത്തത്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തതെന്നൊക്കെ പറയാൻ കാരണം, മനുഷ്യൻ ഇന്ന് വരെ, ഞാൻ ഇന്ന് ആത്മാവിൽ കൈമാറുക, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ നിങ്ങൾ കാണാത്ത ദൈവത്തിന്റെ പ്രവർത്തികൾ യേശുവിന്റെ നാമത്തിൽ കാണാൻ വേണ്ടി പോവുക. ആമേൻ പറഞ്ഞു പിടിച്ചു. ആമേൻ പറഞ്ഞു. ഇതുവരെ ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു മനുഷ്യനും കണ്ടിട്ടില്ലാത്ത ദൈവപ്രവർത്തികൾ, ഇന്നേ വരെ ലോകം കാണാത്ത ദൈവപ്രവർത്തികൾ കാണാൻ വേണ്ടി പോവാ. ലോർഡ് ജീസസ്. നോക്കിക്കേ, അപ്പൊ ഈ നോഹ കടന്ന് ഭയങ്കര പ്രസംഗമാണ്, മഴ വരാൻ പോകുന്നു, മഴ വരാൻ വേണ്ടി പോകുന്നു. ആര് മൈൻഡ് ചെയ്യാൻ, ആര് കേൾക്കാൻ? അവസാനം നമുക്കറിയാം, പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. അവസാനം എന്ത് ചെയ്തു? ദൈവം അവിടെ ആകാശത്തിന്റെ കിളിവാതിലൊക്കെ തുറക്കാൻ തുടങ്ങി. നോക്കിയേ, മൃഗങ്ങളെല്ലാം വന്ന്, മൃഗത്തിന് മനസ്സിലായി സംഭവം കൈവിട്ട് പോകാൻ വേണ്ടി പോവാ. നോക്കിയേ, ഇവിടെ നോക്കിക്കേ, യഹോവ കൽപ്പിച്ചതുപോലെ നോഹ ചെയ്തു. ഭൂമിയിൽ ജലപ്രളയമുണ്ടായി. നോഹയ്ക്ക് 600 വയസ്സായിരുന്നു. നോക്കിക്കേ, ഇവിടെ നോക്കിയേ, 40 ഭൂമി 40 രാവും 40 പകലും മഴ പെയ്യിക്കും. കണ്ടോ? ഈ മഴയെ ദൈവം മറച്ചു വെച്ചു. മനുഷ്യന്റെ കണ്ണിൽ ഇതുവരെ ഇല്ലാത്ത കാര്യങ്ങൾ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ. അതുകൊണ്ടാണ് യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് വിശ്വസിക്കുമ്പോൾ ഒരു സാധ്യതയും മുമ്പിലില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, മനുഷ്യനെ പോലെ ചിന്തിക്കരുതേ. ദൈവത്തിന്റെ ജ്ഞാനമായ ക്രിസ്തുവിന്റെ അകത്തിരുന്നുകൊണ്ട് ചിന്തിക്കുക. ഇവൻ ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് എനിക്ക് വേണ്ടി ഡോറുകൾ തുറക്കും. കണ്ടോ? മഴ, നോഹ പറഞ്ഞപ്പോഴാണ് മഴ എന്ന വാക്ക് അറിയിക്കുന്നത്. റെയിൻ ഏത് ഭാഷ നമുക്കറിയത്തില്ല അവർ ഉപയോഗിച്ചത്, എങ്കിലും മഴയെപ്പറ്റിയാണ് നോഹ പ്രസംഗിച്ചത്. 40 രാവും 40 പകലും ഇതേവരെ കാണാത്ത വലിയൊരു മഴ ആകാശത്തുനിന്ന് വീണു. കണ്ടോ? തമ്പുരാനത് മറച്ചത് എന്തിനാണെന്നറിയാവോ? പുതിയൊരു ജനറേഷൻ പുറത്തു വരാൻ വേണ്ടി പോവാ. പുതിയൊരു ജനറേഷൻ. എന്ത് ജനറേഷൻ അറിയാവോ? കൃപ ലഭിച്ച ജനറേഷൻ. അതായത് കഴിവുകൊണ്ട് കയറി വരുന്ന ജനറേഷൻ അല്ല, മിടുക്ക് കൊണ്ട് കയറി വരുന്ന ജനറേഷൻ അല്ല, പിന്നെയോ പാരമ്പര്യം കൊണ്ട് വരുന്ന ജനറേഷൻ അല്ല. എന്റെ കൂടെ പറഞ്ഞാട്ടെ, അർഹിക്കാത്ത നന്മ കിട്ടി കയറി വരുന്ന ഒരു ജനറേഷൻ. അതാണ് നോഹയുടെ ജനറേഷൻ. പറഞ്ഞത് കണ്ടോ? ഇനിയിപ്പോ നോഹ കവലയെന്നുകൊണ്ട് പറയുക, കണ്ടോ, ഞാൻ ആരാന്നറിയാവോ? എന്റെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. പറയാൻ പറ്റത്തില്ല നോഹയെ. നോഹ കവലെന്നുകൊണ്ട് പറയും, കണ്ടോ, എന്റെ കുടുംബത്തിന്റെ വിശ്വാസം ദൈവം മാനിച്ചു, അതുകൊണ്ടാണ് കർത്താവ് എന്നെ രക്ഷിച്ചത്. അല്ല നോഹേ, കൃപ ലഭിച്ചത്. കണ്ടോ? ഇത് തന്നെയാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കൃപയുടെ നാഥനായ യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളുമ്പോൾ, എന്റെ പ്രിയരെ ധൈര്യപ്പെട്. എന്നാ വലിയ പ്രതികൂലമാണെങ്കിൽ എന്റെ ദൈവം എന്നെ വിടുവിക്കും. അവൻ മേലാലും വിടുവിക്കും. കാര്യം എന്റെ വിശ്വാസത്തിന്റെ ആധാരം ഹ്യൂമൻ വിസ്ഡം അല്ല. ഇനി ശ്രദ്ധിച്ചോണെ, ഒരിക്കലും ദൈവസന്നിധിയിൽ നിന്ന് ഒഴിഞ്ഞു പോകരുത്, മാറി നിൽക്കരുത്. ഈ സ്വഭാവം പൊങ്ങി വരുന്നത് എവിടെ നിന്നറിയാം? ഹ്യൂമൻ വിസ്ഡം. എന്നാ പ്രശ്നം വന്നാലും ചിലരുണ്ട്, എനിക്കറിയാം, ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, എനിക്ക് മെസ്സേജ് അയക്കും, ബ്രദറെ ഞാൻ പ്രാർത്ഥനയ്ക്ക് കയറിയില്ല. എന്നാ കാരണം എന്തുവാ? എനിക്കിന്ന് വല്ലാത്ത സങ്കടം, എനിക്ക് ദൈവത്തോട് ദേഷ്യം തോന്നി, ഞാൻ ഇനി പ്രാർത്ഥിക്കുന്നില്ല. കണ്ടോ? ഇത് എവിടെ നിന്ന് കിട്ടുന്നറിയാം? ഉൽപ്പത്തിയിൽ നിന്ന് തുടങ്ങിയ പരിപാടിയാ. എന്തേലും വന്ന ഉടനെ ഒളിക്കും പോയി. ധൈര്യത്തോടെ വാ, കർത്താവേ ഇങ്ങനൊരു സംഭവം ഉണ്ട്, ഞാൻ എന്നാ ചെയ്യും? മനുഷ്യന്റെ ബുദ്ധിയിൽ ഇതിന് ഉത്തരവില്ല. തമ്പുരാൻ പറയാം, ഞാൻ ചെയ്യാം. ധൈര്യപ്പെട്. കണ്ടോ? ഹല്ലേലൂയ. ഇതാണ് ഹ്യൂമൻ വിസ്ഡവും ദൈവത്തിന്റെ ജ്ഞാനവും, അഥവാ ദൈവത്തിന്റെ ശക്തി. നോക്കിക്കേ, 7 ദിവസം മഴ പെയ്തു, രാവും പകലും മഴ പെയ്തു. അപ്പൊ അതുവരെ മഴ കാണാത്ത ആൾക്കാരെല്ലാം ഓർത്ത്, എന്റെ ദൈവം, ഇതായിരുന്നു നോഹ കടന്ന് പ്രസംഗിച്ചത്. എന്റെ കൂടെ പറഞ്ഞാട്ടെ, ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തത്, ഒരു ചെവി കേട്ടിട്ടില്ലാത്തത്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിട്ടില്ലായിരിക്കും ഒരുക്കുന്നവരാ. അപ്പൊ വിശ്വസിക്കുന്ന ദൈവജനമേ, അസാധ്യങ്ങളെ പറ്റി സംസാരിക്കും നിങ്ങള്. ലോകത്തിൽ ഇതുവരെ നടന്നിട്ടില്ലാത്ത കാര്യങ്ങൾ എന്റെ വീട്ടിൽ നടക്കുമെന്ന് വിശ്വസിക്കുക.
ഇതിനൊക്കെ അപ്പൊ ഇപ്പൊ ബ്രദറെ ഇങ്ങനെയൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? പറ്റും. അതാ ഞാൻ ആദ്യം പറഞ്ഞത്, സോ ദാറ്റ് യുവർ ഫെയ്ത്ത് വുഡ് നോട്ട് ബേസ്ഡ് ഓൺ ഹ്യൂമൻ വിസ്ഡം. നമ്മുടെ വിശ്വാസം ബേസ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ വിശ്വാസത്തിന്റെ ബേസ് ഹ്യൂമൻ വിസ്ഡം അല്ല. ഹ്യൂമൻ വിസ്ഡത്തിൽ ഉൽപ്പത്തി 6 മഴയില്ല. എന്താ മഴ? കണ്ടോ? ഇതുപോലെയാണ് നമ്മുടെ ജീവിതം. പലരും പറയത്തില്ലേ, എന്റെ സഹോദരി ഈ പ്രാർത്ഥനയൊക്കെ നടന്ന വല്ലതും നടക്കുവോ? ഇതൊക്കെ വല്ലതും നടക്കുവോ? ഇവര് ചോദിക്കുന്നതിന്റെ കാരണം എന്നാണെന്നറിയാവോ? അവര് ബേസ് ചെയ്തിരിക്കുന്നത് ഹ്യൂമൻ വിസ്ഡത്തിൽ എന്നോണ്ടാ. ഇത് കേൾക്കുമ്പോ ബ്രദറെ എല്ലാരും ചോദിക്കുക, കണ്ടോ നിങ്ങൾ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? നിങ്ങളുടെ ജ്ഞാനം വിശ്വാസവും ക്രിസ്തുവിലാണ്. ഹല്ലേലൂയ. നോക്കിക്കേ, അപ്പൊ ഇത് നോക്കുക. യോഹന്നാന്റെ സുവിശേഷം 6-ാം വാക്യത്തിൽ യേശു പറഞ്ഞൊരു വാക്കുണ്ട്, നോക്കിയേ, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു. എന്റെ ചോദ്യം, സ്വർഗത്തിൽ നിന്ന് എങ്ങനെ ഇറങ്ങി വരാൻ പറ്റുന്നത്? അതുവരെ മനുഷ്യൻ ആകാശത്തിൽ നിന്ന് മുകളിലോട്ട്, ഇന്ന് നമ്മൾ ചന്ദ്രനിലൊക്കെ പോയെന്ന് പറയുന്നുണ്ടല്ലേ, അതുവരെ മനുഷ്യൻ ആകാശത്തിന്റെ അപ്പുറം പോയിട്ടില്ല. യേശു പറയുക, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു. കണ്ടോ? അപ്പൊ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റും. അപ്പൊ നമുക്ക് കാണാൻ കഴിയാത്തൊരു ലോകം ഉണ്ട് പ്രിയരെ. ഇനി ഞാൻ ക്രിസ്തുവിലേക്ക് ഒന്ന് വരാതെ നോക്കിക്കേ. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യന്റെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമാകേണ്ടതിന് എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കല്ല. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയത്തില്ലേ, നിങ്ങളെ പ്രാർത്ഥനയ്ക്ക് വരാൻ പലരും പറയാറുണ്ട്, ഈ പ്രാർത്ഥനക്കാരിങ്ങനെ ആളെ പിടിക്കുന്നതിന്റെ കാരണം പൈസ കൊടുത്തിട്ടാ. കുറേ പൈസ ഇങ്ങനെ ഉണ്ട്. ഞാൻ ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ എന്നുള്ള പറഞ്ഞായിരുന്നില്ല, ഒരു ബ്രദറല്ല എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു ആള് പറഞ്ഞതാ. അപ്പം ഞാനോട് ചോദിച്ചു, എവിടെയാ പള്ളിയിലാണ് പോകുന്നത്? ഞാൻ പറഞ്ഞ ഒരു പ്രാർത്ഥനയ്ക്ക് ഞാൻ പോകുന്നത്. എവിടെയാ? ഞാൻ പറഞ്ഞു, ഞാനിവിടെ അടുത്തൊരു സ്ഥലത്താണ് പ്രാർത്ഥനയ്ക്ക് പോകുന്നത്. അപ്പൊ ഇഷ്ടംപോലെ പൈസ കിട്ടുമല്ലോ എന്നോട് ചോദിച്ചു. ഞാൻ ചായന്നാ എനിക്കറിയാം, എൻ്റെ കൂട്ടുകാരൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഈ പ്രാർത്ഥനക്കാരുടെ പുറകെ പോയി കഴിഞ്ഞാൽ ഭയങ്കര കാശ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതന്നെ അങ്ങനെ പറഞ്ഞത്. അല്ല, അങ്ങനെയാണ് ഞാൻ കേട്ടിരിക്കുന്നത്. എന്റെ കാര്യം എന്താണെന്നറിയോ പ്രിയരെ? ശരിക്കും പറഞ്ഞാൽ അവൻ ദൈവസന്നിധി അനുഗ്രഹപ്പെടുന്നതാ. പക്ഷെ ഇവരുടെ ചിന്തയിൽ എങ്ങനെയാണ് ഈ അനുഗ്രഹം എന്ന് വരുന്നത്? അതില്ലാത്തതുകൊണ്ട് ഇവർ ഓർത്തിക്കുന്നത് അവിടെ ചെല്ലുമ്പോൾ കുറേ പൈസ ബ്രദർമാർ ഇങ്ങനെ കൊടുത്തു. പിന്നെ ബ്രദർമാർക്ക് വേറെ പണിയില്ല ഇതിന് പൈസ കൊടുക്കാൻ. ചിലർ പറഞ്ഞുകൊണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഫുഡും കിട്ടും, അത് കിട്ടും, ഇത് കിട്ടും. ഭയങ്കര സംഭവമാണെന്നാ പറഞ്ഞത്. വശീകരണമാണെന്നാ പറയുന്നത്. എന്ത് വശീകരണം? പൗലോസ്ലീഹ പറയുകയാണ്, എന്റെ പ്രസംഗവും എന്റെ വചനവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കല്ല, പകരം പരിശുദ്ധാത്മ ശക്തിയുടെ പ്രദർശനമാണ്. കണ്ടോ? പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഞായറാഴ്ചത്തെ വചനം മിസ്സാക്കരുത്, യൂട്യൂബിലുണ്ട്, കേൾക്കണം. പരിശുദ്ധാത്മാവിനെ പറ്റി ദൈവം തന്ന വചനമാണ്, കേൾക്കണം കേട്ടോ, മസ്റ്റായിട്ട് കേൾക്കണം. മസ്റ്റ് വാച്ച് ആണ് ഞായറാഴ്ചത്തെ വചനം, സൺഡേ മീറ്റിംഗ്. അപ്പം നമ്മളെ വശീകരിക്കുവാണ്. ആര് വശീകരിക്കുന്നു? മനുഷ്യന്റെ ജ്ഞാനമല്ല, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. കണ്ടോ? ഇതാണ് ഉൽപ്പത്തിയിൽ സംഭവിച്ചത്. ഇവർക്ക് ദൈവത്തോട് ചേരാൻ ഭയങ്കര ആഗ്രഹം. വസ്ത്രമുണ്ടോ വസ്ത്രമില്ല, ഇതൊന്നും വിഷയമല്ല. കണ്ടോ? കർത്താവിന്റെ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാനൊരു കാര്യം, ആർക്കൊക്കെ ലഹരിയുണ്ട്? ഈ പ്രാർത്ഥനയ്ക്ക് പോകാൻ ഒരു ലഹരിയുള്ള ആരൊക്കെയുണ്ട്? മഴയാണെങ്കിലും അതാ പറഞ്ഞത്. നമുക്ക് ഈ ലഹരിയല്ലേ, ദൈവത്തോട് ചേരാൻ ഒരു ലഹരിയില്ലേ? പൗലോസ് പറഞ്ഞു, മരിക്കുന്നത് എനിക്ക് ലാഭമാണെന്നാ പറഞ്ഞത്. ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് എനിക്ക് ലാഭമാണെന്നാ പറഞ്ഞത്. എന്തുവാ പൗലോസ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? നമ്മൾ പറയുന്ന മരിക്കാം പേടിയാന്നാ പറയുന്നത്. പൗലോസ് പറയും, ഇത് ഭയങ്കര ലാഭമാണ്. കരകി വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ ഞാൻ വളരെ ആഗ്രഹിക്കുക. കണ്ടോ? എന്നാ കൊതിയാ ഇത് എവിടുന്നാണെന്ന് അറിയാവോ? ഇത് പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയാണ്. നോക്കിക്കേ, ഉൽപ്പത്തി പുസ്തകത്തിലാണ് ഈ ഹ്യൂമൻ വിസ്ഡം. ഇതിനെ നിങ്ങൾ പൊളിക്കണമെങ്കിൽ ആദ്യം മനസ്സിലാകണം, എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് ബേസ് ചെയ്തിരിക്കുന്നത് ക്രിസ്തുവാണ്. ആരാണ് യേശു? ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടി പോവാം. എന്താണ് യേശുവിന്റെ സ്വഭാവം? 1-2 വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ വേണ്ടി പോവാണേ. പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുന്നവരെ ഇതാദ്യം മനസ്സിലാക്കണം. യേശുവിന്റെ സ്വഭാവം എന്ന് പറയുന്നത്, കർത്താവ് ഉടനെ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാൽ ആ കുറവുണ്ട്, ഈ കുറവുണ്ട്, ഈ കുഴപ്പമുണ്ട്, ഇത് പറയുന്ന ആളല്ല. നിങ്ങൾ മത്തായി, മർക്കോസ്, ലൂക്കോസ് വായിക്കുമ്പോൾ നമുക്കറിയാം, ചുങ്കക്കാരും പാപികളുടെ കൂടെ യേശു തിന്നു കുടിച്ചു പോകുന്നു എന്ന് യഹൂദന്മാരും പരീശന്മാരും യേശുവിനെ പറ്റി പറയുന്നുണ്ട്. കാരണം ആ കാലഘട്ടത്തിൽ ഈ ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ യഹൂദന്മാർ പോകത്തില്ല. അവർക്കെന്തോ അതുപോലെ പാപികളാണ് ഇവര്.
യേശു അവരുടെ കൂടെ പോയി ഹോട്ടലിൽ പോയി ആഹാരം കഴിക്കുന്നു, അവരുടെ വീട്ടിൽ പോകുന്നു, അവരോട് സുവിശേഷം പറയുന്നു, അവരെ സ്നേഹിക്കുന്നു, അവരെ ചേർത്ത് പിടിക്കുന്നു. അപ്പൊ ഇത് യഹൂദന്മാർ നോക്കുമ്പോൾ ഇതെന്തുവാ പരിപാടി, യേശു എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? പക്ഷേ നിങ്ങൾ അവരുടെ ഇടയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും, പാപം ചെയ്യുന്നവന് യേശുവിനെ വിട്ട് പിരിയാൻ പറ്റുന്നില്ല, അവന് പാപത്തിലോട്ട് പോകാൻ പറ്റുന്നില്ല, യേശുവിനെ വിടാനും പറ്റുന്നില്ല. കാരണം അറിയാവോ, യേശു അവന്റെ കുറവ് തപ്പിയല്ല വന്നത്, അവന്റെ കുറവുകളെ ചേർത്ത് പിടിച്ച് അവന്റെ ബലഹീനതകളെ തിരിച്ചറിഞ്ഞ് അവനെ സഹായിക്കുന്ന നല്ല കർത്താവാണ് യേശു. ഉൽപ്പത്തിയിൽ എന്താണോ ദൈവം അത് തന്നെയാണ് യേശു. ആ ഉൽപ്പത്തിയിലെ ദൈവം തന്നെ മനുഷ്യന്റെ രൂപത്തിൽ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നതാണ്. കണ്ടോ? എന്തിനെന്നറിയാവോ? വീണ്ടും കർത്താവിന് നിങ്ങളെ വേണം. പഴയ പോലെ ഉൽപ്പത്തിയിലെ പോലെ ഈ ദൈവത്തിന്റെ കൂടെ നടക്കാൻ ദൈവത്തിന് നിങ്ങളെ വേണം. ഞാൻ എപ്പോഴും പറയും, കർത്താവെ നമ്മളെയൊക്കെ ഇങ്ങനെ തട്ടിക്കളഞ്ഞിട്ട് തമ്പുരാന് പുതിയ മണ്ണ് കൊണ്ട് രൂപം ഉണ്ടാക്കി മൂക്കിൽ ശ്വാസമൂതി ആ ചന്ദ്രനിലോ ചൊവ്വയിലോ പുതിയൊരു ആകാശം ഉണ്ടാക്കിയാൽ പോരായിരുന്നു? കോടിക്കണക്കിന് ഗാലക്സി നമ്മുടെ ഇവിടെ ഉണ്ടല്ലേ. എന്ത് ഈസിയാ, അതല്ലേ ഈസി. നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്. കേടായ പിന്നെ ആരെങ്കിലും അത് നന്നാക്കാൻ പറ്റത്തില്ല, പിന്നെ ഉപയോഗിക്കൂ ഇല്ല. പക്ഷെ തമ്പുരാനത് പിന്നെയും പിന്നെ റിപ്പയർ ചെയ്യുക. അതിന്റെ അർത്ഥം എന്നാന്നറിയോ? കർത്താവിന് നമ്മളെ ഭയങ്കര ഇഷ്ടമാണ്. ഈ സ്നേഹത്തിലാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇതാണ് ക്രൂശിന്റെ വചനം. അതാണ് എൻ്റെ വിശ്വാസത്തിന്റെ ആധാരം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം പ്രിയരെ. എനിക്കറിയാം സമയം ഇച്ചിരി കയറിപ്പോയി. ഇതകത്തോട്ട് കയറണമേ. എൻ്റെ വിശ്വാസത്തിന്റെ ആധാരം. അതുകൊണ്ടാണ് പലപ്പോഴും ഇപ്പോഴും നിങ്ങൾ ഈ നേർച്ചകളും കാഴ്ചകളും ഒക്കെ 200, 400, 500 മെഴുകുതിരിയായിട്ടും അതും ഇതുമൊക്കെ നേർച്ച കാഴ്ച കൊടുക്കാൻ വേണ്ടി പോകുന്ന ഈ സ്വഭാവം വന്നത് ഹ്യൂമൻ വിശുദ്ധി ഉൽപ്പത്തി എന്ന് വന്നതാണ്. എങ്ങനെയെങ്കിലും ദൈവത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മുടെ പരിപാടി മൊത്തം. ദൈവത്തെ പ്രീതിപ്പെടുത്തുക എന്നൊറ്റ ചിന്തയാണ് ഉൽപ്പത്തിയിൽ ഉണ്ടായത്. ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ആരും പറഞ്ഞത് ഞാനല്ല കർത്താവേ, ഹൗവയാണ്. ഹൗവ പറഞ്ഞു ഞാനല്ല, പാമ്പാണ്. കണ്ടോ? ഇതിൽ നിന്നൊക്കെ പുറത്ത് പോ. തെറ്റുപറ്റിയെങ്കിൽ കർത്താവ്, എനിക്ക് തെറ്റുപറ്റി, എനിക്ക് ആ കഴിവില്ല കർത്താവെ, സഹായിക്കണം. ധൈര്യമായിട്ട് പറ. അല്ല, നമ്മളിങ്ങനെ നമ്മുടെ എക്സ്പ്ലനേഷൻ ദൈവത്തിന് ആവശ്യമില്ല. അതുകൊണ്ടാണ്, ഇതുകൊണ്ടാണ്, എൻ്റെ കുറവ് കൊണ്ടാണ്, ആ കുറവ് കൊണ്ടാണ്, അവരുടെ കുറവ് കൊണ്ടാണ്, ഇവരുടെ കുറവ് കൊണ്ടാണ്. ഇതൊക്കെ നമ്മൾ ഈ ഹ്യൂമൻ വിസ്ഡമാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. ഉൽപ്പത്തി എന്ന് കയറിക്കൂടിയതാണ്. ധൈര്യമായിട്ട് കൃപാസനത്തോളം അടുത്ത് ചെല്ലുവാൻ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിച്ചു പ്രിയരെ. നിങ്ങൾ ഇനി അവിടെ എന്ത് ചെയ്യണ്ട? ഭാരപ്പെടണ്ട. എല്ലാ ആഴ്ചയിലും പോയി കുറവുകൾ ഏറ്റുപറയും. എനിക്കറിയത്തില്ല ഇത്രയും കുറവുകൾ ഏറ്റുപറയും എന്ന് നിങ്ങൾ സ്വർഗ്ഗത്തിൽ പോവാനാ? എൻ്റെ പ്രിയരെ, നിങ്ങൾ ക്രിസ്തുവിൽ ഇരിക്കുകയാണ്. ബലഹീനത ഉണ്ടെങ്കിൽ പറ, അപ്പ എനിക്ക് അതിനകത്ത് ജയിക്കാനുള്ള ശക്തി തന്നാൽ മതി. അത് കിട്ടുന്നവരെ ചോദിക്കുന്നേ. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ്, അല്ലാതെ നമ്മളെ നശിപ്പിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. ആ സ്നേഹമാണ്, അതാണ് കൃപായുഗം എന്ന് പറയുന്നത്. നിഷ്പാപ യുഗത്തിൽ നിന്നും ഇന്ന് പാപയുഗത്തിൽ നിന്നും കൃപായുഗത്തിലേക്കാണ് നാം വന്നിരിക്കുന്നത്. കൃപായുഗത്തിലാണ്. ഹല്ലേലൂയ. ഇവിടെ നമ്മളെ സഹായിക്കും. നമുക്ക് ഇനി ആർക്കെങ്കിലും മനഃപൂർവ്വം പാപം ചെയ്യുക, കർത്താവ് എനിക്ക് പറ്റുന്നില്ല അതിനെ ജയിക്കുവാൻ, തമ്പുരാനോട് പറ, കർത്താവ് ആ പാപ സ്വഭാവത്തിൽ നിന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, രോഗികളായി ഭാരപ്പെടുന്നവരെ ഒന്ന് കൈയെടുത്ത് വെക്കാവോ? ആ രോഗമുള്ള ഭാഗത്ത് കൈയെടുത്ത് വെക്കാവോ? എന്നിട്ട് എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞ വേദനയൊക്കെ എടുക്കുക ഭാഗത്തില്ലേ, ഒന്ന് കൈവച്ചിട്ട് പറഞ്ഞ, എൻ്റെ യേശുവേ, ഞാൻ ഈ രോഗിയാകുന്നതല്ലല്ലോ അപ്പ അങ്ങ് കണ്ടത്, അതിനു വേണ്ടിയാണല്ലോ അപ്പ ക്രൂശിന്റെ വചനം, അങ്ങ് അടിയും മുറിവും എല്ലാം ഏറ്റത് എൻ്റെ പിതാവേ, ഞാൻ പൂർണ്ണ സൗഖ്യം എൻ്റെ കൈക്കും ശരീരത്തിലും ഉണ്ടാകുവാൻ വേണ്ടി. ധൈര്യമായിട്ടൊന്ന് പറഞ്ഞ്, ഒന്ന് ധൈര്യമായിട്ട് പറ, കർത്താവേ, ഇന്ന് എനിക്ക് ബൈബിൾ പറഞ്ഞ ദൈവരാജ്യത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഇന്ന് ഊമൻ സംസാരിക്കും, ചെകിടർ കേൾക്കും, മരിച്ചത് ഉയർക്കും, മുടന്തൻ തുള്ളും, കുഷ്ഠരോഗി ശുദ്ധമാകും. കണ്ടോ? നമ്മുടെ നാവിനെ ദൈവം തൊടും, നമ്മുടെ ശരീരത്തെ ദൈവം തൊടും. കാഴ്ചയില്ലാത്തവരെ നിങ്ങളുടെ കണ്ണ് കാണും കേട്ടോ. കേൾവിയില്ലാത്തവരെ നിങ്ങൾ കേൾക്കും. കർത്താവിന്റെ നാമത്തിൽ ഒന്ന് പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ, ഓ എൻ്റെ യേശുവേ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പ. എല്ലാവരും പ്രാർത്ഥിച്ച്. രോഗികളായിരിക്കുന്നവർ മൗനമായിരിക്കാതെ അതരങ്ങളെ ചലിപ്പിച്ച്, മ്യൂട്ട് മാറ്റണ്ട, അതരങ്ങളെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് പറഞ്ഞാട്ടെ, യേശുവിൻ്റെ വേദന വഹിച്ചതാണ്, കർത്താവിൻ്റെ രോഗം വഹിച്ചതാണ്, കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് പൂർണ്ണ സൗഖ്യമായിട്ട് അവകാശം കേട്ടോ. ഇപ്പൊ വലിയ കുഴപ്പമില്ല, ഒരു പ്രശ്നവുമില്ല, എനിക്ക് പൂർണ്ണ സൗഖ്യം വേണം.
കർത്താവ് എനിക്ക് വേണ്ടി പൂർണ്ണ സൗഖ്യം കാൽവരി ക്രൂശിലൂടെ നേടിയതാ. പൂർണ്ണ സൗഖ്യം, പൂർണ്ണ സൗഖ്യം, പൂർണ്ണ സൗഖ്യം, പൂർണ്ണ സൗഖ്യം. കൽപ്പിച്ചു യേശുവിന് അതെല്ലാവരും കൽപ്പിച്ച് പൂർണ്ണ സൗഖ്യം. ഇന്ന് രോഗികളും ഞാൻ ഇതിനിടയ്ക്ക് ചോദിക്കും, ആ സൗഖ്യത്തെ നിങ്ങൾ പ്രാപിക്കണം കേട്ടോ. നിങ്ങളുടെ അവകാശമാണ്, നിങ്ങളുടെ അവകാശമാണ്. അത്ഭുതം നിങ്ങളുടെ അവകാശമാണ്. ആരോഗ്യം നിങ്ങളുടെ അവകാശമാണ്. യേശുവിന് അധികാരമുള്ള നാമത്തിൽ എന്ന് കൽപ്പിക്കുന്നപ്പ പിതാവേ, കൃപ വ്യാപരിക്കുന്നല്ലോ, കൃപ വ്യാപരിക്കുന്നല്ലോ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു ബിബിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കാണിക്കുക. ഈ ബിബിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ബിബിൻ മൂത്തയാളും രണ്ടാമത്തത് സഹോദരനും കൂടെ ഉണ്ട് അവിടെ ഈ ഭവനത്തിൻ്റെ അകത്ത്. ഞാൻ ഈ കയറി വരുമ്പോൾ തന്നെ കണ്ണാടി വെച്ചുകൊണ്ടിരിക്കുന്ന ഈ കൂളിംഗ് ഗ്ലാസ് പോലത്തെ സംഭവം എനിക്ക് തോന്നുന്നത്, അതോ കണ്ണാടിയാണോ, ഇത് വെച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ആ ഹോളിൽ തന്നെയുണ്ട്. ആ ഫോട്ടോയും ഈ ബിബിൻ്റെ ഭവനത്തിലുണ്ട്. അതേത് ബിബിൻ്റെ ഭവനമാണോ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് സ്വീകരിച്ചോണേ. ദൈവം നിങ്ങളുടെ ഭവനത്തെ തൊടാൻ വേണ്ടി പ്രത്യേകിച്ച് ഈ ബിബിനുമായി ബന്ധപ്പെട്ട് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അപ്പൊ പിതാവേ, ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നപ്പ ആമേൻ പറഞ്ഞ് ആ തലമുറയ്ക്ക് വേണ്ടി ഏറ്റെടുത്തു. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. കർത്താവ് നമുക്ക് വേണ്ടി വീര്യപ്രവർത്തികളെ ചെയ്യുന്ന നല്ല കർത്താവാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാഴ്ച കാണുന്നത് ഈ ഒരു പഴയ കാറാണ്. 2018 ആദ്യ സമയത്ത് അത് വിറ്റതാണ്. ഇതൊരു അടയാളമായിട്ട് കാണിക്കുവാണേ. 2018 ആദ്യ സമയത്ത് ആ വാഹനം വിറ്റ് കളഞ്ഞതാണ്. ആ ഒരു ഭവനത്തെ കർത്താവ് എന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. അത് വിറ്റു. 2018 ആരംഭത്തിലൊരു വെളുത്ത നിറത്തിലുള്ളൊരു കാറാണ്. ഈ തുടക്ക സമയത്താണ് അത് കൊടുത്തിരിക്കുന്നത്. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി നഷ്ടങ്ങളിലൂടെ കടന്നുപോയൊരു ഭവനമാണ്. പല പ്രതിസന്ധിയിലൂടെ കടന്നുപോയൊരു ഭവനമാണ്. ഇന്ന് ആ ഭവനത്തിൻ്റെ അകത്ത് ദൈവത്താൽ മാറ്റം സംഭവിക്കും. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാനിത് റിലീസ് ചെയ്യുന്നപ്പോൾ നന്മയുണ്ടാകട്ടെ, നന്മയുണ്ടാകട്ടെ. ഇപ്പോൾ തന്നെ ഞാൻ റിലീസ് ചെയ്യുന്നപ്പോൾ ആമേൻ പറഞ്ഞ ഡെലിവറൻസിനെ സ്വീകരിച്ചോണേ. ദൈവം അത്ഭുതങ്ങൾ ഇന്ന് ചെയ്യും. ദൈവ ആ ഭവനത്തിന്റെ അകത്ത് അത്ഭുതങ്ങൾ ചെയ്യും. പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് പാട്ട്, അല്ലെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യണമേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ. ആലോചന സൂമിലുള്ളവരാണ് ഇടപെടുന്നതെങ്കിൽ മാത്രം നിങ്ങൾ മ്യൂട്ട് മാറ്റുക, അല്ലാത്തവരെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്തേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എൻ്റെ യേശുവെ ഞങ്ങളെന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ കൊണ്ട് സ്വർഗം നിറയ്ക്കുന്നുണ്ട്. ദൈവാത്മാവെ അങ്ങ് സഹായിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തിക്കായി സ്തുതിക്കുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവേ ഞങ്ങൾ നന്ദി പറയുന്നപ്പ. ഈ കിഷോറിന്റെ ഭവനത്തിൽ കർത്താവിൻ്റെ ഒരു പ്രവൃത്തിയെ ദൈവം അയക്കാൻ വേണ്ടി പോകുന്നത്. കിഷോർ ഈ ജനുവരി എന്നുള്ളൊരു മാസം ആ ഭവനത്തിൻ്റെ അകത്തൊരു ഗുഡ് ന്യൂസ് ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് കേൾക്കാൻ വേണ്ടി പോവാം. കിഷോറിന്റെ ഭവനം. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഞാനിപ്പോൾ തന്നെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ, ഞങ്ങളുടെ സാക്ഷ്യം ആ ഭവനത്തിൻ്റെ അകത്ത് വെളിപ്പെട്ട് വരട്ടെ. നന്മയുണ്ടാകട്ടെ. സകല വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ പ്രവൃത്തി അവിടെ ഉണ്ടാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കിഷോറിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ വളരെ അത്ഭുതമാകട്ടെ. ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ദൈവം നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും. യേശുവേ നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വലിയ വീര്യപ്രവർത്തികൾക്കായി സ്തുതിക്കുന്നു. ബ്രദറെ, ചർച്ചിൽ വരുന്ന ഒരു ബ്രദറാണ് കിഷോർ. പയ്യനെ രാവിലെ എഴുന്നേക്കാനൊന്നും പറ്റത്തില്ല. സോഡിയം കുറഞ്ഞിട്ട് ജോലിക്ക് പോകാനും ഒന്നും പറ്റുന്നില്ല. അച്ഛൻ കിടപ്പ്, അമ്മ, അനിയൻ ഒരു മനോരോ ഒരു ഇത്തിരി പ്രശ്നമുള്ള, അങ്ങനെ കുടുംബം മൊത്തം പ്രശ്നത്തില്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നാം അവന് വേണ്ടി പ്രാർത്ഥിച്ചോട്ടോ. കർത്താവിനെ സൗഖ്യമാക്കും. ദൈവം അവനെ എണീപ്പിക്കും. ദൈവം അവന് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും. നന്ദി യേശുവേ. കർത്താവിൻ്റെ ഉള്ളത്തിൽ
ബെന്നി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ഈ 2 എന്ന് പറയുന്ന സംഖ്യ ഈ ബെന്നിയുമായി ബന്ധപ്പെട്ട് കണ്ടുകൊണ്ടിരിക്കുക. ബെന്നി എന്ന് പറയുന്ന വ്യക്തിയുടെ ഭവനത്തിൽ 2 എന്ന് പറയുന്ന നമ്പർ, ഈ ഒരു സംഖ്യ ഇത് കണ്ടുകൊണ്ടിരിക്കുക. അതേത് ഭവനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ 2 എന്ന് പറയുന്ന ഒരു ഡേറ്റ് കണ്ടുകൊണ്ടിരിക്കുക. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ആ ഡേറ്റ് എന്താണോ ആ ഒരു ഡേറ്റ് എന്തുമായിട്ടാണ് നിങ്ങൾക്ക് ആ ഡേറ്റിന് ബന്ധം? ഈ ബെന്നി എന്ന് പറയുന്ന വ്യക്തിയുടെ ഭവനം ഏതാണോ ഇപ്പോൾ തന്നെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഡിക്ലെയർ ചെയ്യുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ തീയതിയുമായിട്ട് എന്താണോ കണക്ഷൻ, കർത്താവിൻ്റെ പ്രവൃത്തി എന്ന ആ വ്യക്തിയുടെ മേൽ വെളിപ്പെടുവാൻ. ലോർഡ് ജീസസ്, ഇപ്പോൾ തന്നെ ഞാൻ കൽപ്പിക്കുന്നപ്പോൾ കർത്താവെ അങ്ങയുടെ മഹത്വത്താൽ അങ്ങ് നിറയ്ക്കുന്നല്ലോ, വലിയ പ്രവൃത്തിക്കായി വേർതിരിക്കുന്നപ്പോൾ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ദൈവമേ, അങ്ങയുടെ വലിയ മഹത്വം അങ്ങ് അയക്കുന്നല്ലോ അപ്പ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ ഭവനത്തിൻ്റെ അകത്ത് എല്ലാ പ്രതിസന്ധികളും മാറിപ്പോകട്ടെ. അവർ ദുഃഖങ്ങൾ സന്തോഷമാകട്ടെ. എല്ലാ പ്രവൃത്തികൾക്കകത്തു നിന്നും ദൈവം അവരെ വിടിപ്പിക്കുന്നല്ലോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. അങ്ങയുടെ കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവേ, ഞങ്ങൾ നന്ദി പറയുന്നപ്പ. കർത്താവെ, ഞങ്ങളുടെ വലിയ പ്രവൃത്തിയെ അയക്കുന്നല്ലോ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, നന്ദി പരിശുദ്ധാത്മാവേ. ഞാനൊരു വീടിൻ്റെ അകത്ത് ഒരു കാഴ്ച കാണുകയാണ്. ഈ നമ്മുടെ ഈ തത്തപ്പച്ച കളറിലെ, അതായത് അങ്ങനത്തെ ഒരു കളറുണ്ടല്ലോ, തത്തപ്പച്ച കളറിലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറ് പോലുള്ള ഒരു ബോക്സോ അതോ എന്തോ ഒരു അടപ്പൊക്കെ വെച്ചേക്കുന്ന ഒരു സംഭവമാണ്. ഈ ഒരു കളറിലുള്ള ഒരു സാധനം വീടിൻ്റെ ഒരു മുറിയിൽ ഒരു മേശയുടെ മുകളിലിരിക്കുക. ആ മുറി ഉപയോഗിക്കുന്നത് ആരാണോ ഈ സാധനം ഇരിക്കുന്നത് ഒരു അടയാളമായിട്ട്, ആ വിഷയത്തിൻ്റെ ആ സാധനത്തിൻ്റെ പ്രശ്നമല്ല, ഈ ഒരു എന്താ പറയുന്നത്, ഈ ഒരു അടയാളമായിട്ട് ആ വ്യക്തിയെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയാണ് ആ സാധനം. ഇളം പച്ച കളറിലിരിക്കുന്ന ബോക്സ് പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ്, പ്ലാസ്റ്റിക്കിൻ്റെതാണ്. ഇത് ഇരിക്കുന്ന ആ മുറി ഏതാണോ, ഇന്ന് ആ മുറിയിൽ കർത്താവിൻ്റെ നാമത്തിൽ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് കർത്താവിൻ്റെ ഒരു പ്രവൃത്തിയെ ദൈവം ചെയ്യാൻ വേണ്ടി പോവാം. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പം ഇന്ന് ദൈവികമായൊരു സ്പർശനം ഉണ്ടാവും, ദൈവികമായൊരു പ്രവൃത്തി അവിടെ ഉണ്ടാവും. കർത്താവ് ഇന്ന് ആ ഭവനത്തിന്റെ മേൽ പറഞ്ഞു. ഒരു കണ്ണാടിയുടെ കവർ ഒരു ഇളം പച്ചയായിരിക്കുന്നേ, പ്ലാസ്റ്റിക്കിന്റെ ആണ്. അതെ അതെ. പറഞ്ഞു. ബക്കറ്റാണ്, പച്ച ബക്കറ്റ്. ബക്കറ്റിലെ കവറാണ്, മേശപ്പുറത്തിരിക്കുന്നതാണേ. എനിക്ക് കണ്ണാടിയുടെ കവർ ഇരിപ്പുണ്ട് പച്ച. ആ മുറിയിലെ ആ മുറിയിലിരിക്കുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് കർത്താവിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി ഇപ്പോൾ ആ കുടുംബത്തിൽ തന്നെ ജൂൺ മാസത്തിൽ ജനിച്ചത് ആരാ ഉള്ളത്? ജൂൺ മാസത്തിൽ ജനിച്ച ഒരു വ്യക്തിയെയും കർത്താവ് അതിനു വേണ്ടി സ്പർശിക്കും. 2 വ്യക്തികളുടെ മേലാണ്. ജൂൺ 16 എന്റെ ചേച്ചിയുടെ മോള് ജനിച്ചത്. ജൂൺ 16. ഞാൻ ജൂണില് ജനിച്ചതാ. ഷുഗറിന്റെ പ്ലാസ്റ്റിക് പാത്രമുണ്ട്, ബ്ലൂ, ലൈറ്റ് ബ്ലൂ ആണ്. ലൈറ്റ് ബ്ലൂ അല്ല, ഞാൻ പറഞ്ഞല്ലോ ഈ തത്തപ്പച്ച കളറിലെ ഈ ബോക്സ് ആണ് ഞാൻ കാണുന്നത്, പ്ലാസ്റ്റിക്കിന്റെ ബോക്സ് ആണ്. അവിടെ ജൂൺ മാസത്തിൽ ജനിച്ച ഒരു വ്യക്തിയെയും ഈ മുറിക്കകത്തുള്ള വ്യക്തിയെയും ഒരേപോലെ കർത്താവ് സ്പർശിക്കാൻ വേണ്ടി പോവാണ്. ആ കർത്താവിന്റെ അത് ഏറ്റെടുത്തു കേട്ടോ, ദൈവത്തിന്റെ പ്രവൃത്തിക്കായിട്ട് വേർതിരിക്കുന്നപ്പ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, നന്ദി കർത്താവ്. മോൻ ജനിച്ചതാ ബ്രദർ. ഏറ്റെടുത്തു, ജൂൺ ഏറ്റെടുത്തു സിസ്റ്ററെ. താങ്ക് യു. കേൾക്കാം, പറഞ്ഞു. പച്ചക്കവറ് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് ഇരിപ്പുണ്ട്. മോള് ജനിച്ചത് ജൂൺ 16. ജൂൺ മാസമാണ്. ഏറ്റെടുത്തു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവെ അങ്ങ് തൊടുന്നല്ലോ. ഓരോ ഭവനത്തിന്റെ മേലും കർത്താവെ അങ്ങയുടെ വഴികളെയും വാതിലുകളെയും അങ്ങ് തൊടുന്നല്ലോ. അപ്പൊ നന്ദി പരിശുദ്ധാത്മാവെ, നന്ദി പരിശുദ്ധാത്മാവെ. ഞാൻ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് എന്നെ ഈ എസക്കേൽ എന്നുള്ളൊരു പേര് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. എസക്കേൽ, ഈ എസക്കേൽ എന്നുള്ള പേര് ഒരു അവിടെ ഒരു സ്ഥലത്ത് എഴുതി വെച്ചിരിക്കുക. എസക്കേൽ എന്നുള്ളത് എഴുതി വെച്ചിരിക്കുക.
അത് എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ ഒരു വെന്റിലേഷനാണോ നമ്മുടെ ജനാലയാണെന്ന് നമുക്കറിയത്തില്ല, ഈ എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ ഇപ്പുറത്ത് ഇങ്ങനെ ഈ പാറിപ്പറക്കുന്നത് പോലെ ഈ പേപ്പറുകൾ ഇങ്ങനെ നിൽക്കുന്നത്. അതായത് നമ്മൾ കലണ്ടർ ഇടുമ്പം കലണ്ടർ ഇങ്ങനെ പറക്കത്തില്ലേ, അതേപോലെ ഈ എഴുതിയിരിക്കുന്ന പേരെഴുതിയിരിക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഇത് കാണുന്നത്. എസെക്കിയേൽ എന്നുള്ള പേരാണ് ഞാൻ കാണുന്നത്. അത് ഏത് ഭവനവുമായിട്ട് ബന്ധപ്പെട്ടാണോ അടയാളം, പ്രത്യേകിച്ച് ആ ഭവനത്തിൻ്റെ അകത്തെ കർത്താവ് പറയുന്നു അതിൻ്റെ അകത്ത് നിന്നൊരു നീക്കുപോക്കുണ്ടാകാൻ വേണ്ടി പോവാം. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ യേശുവിന് അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ ആ ഭവനത്തിൻ്റെ മേൽ കർത്താവിൻ്റെ പ്രവൃത്തിയെ വേർതിരിക്കുന്നപ്പ ഞാനൊരു ഭിത്തിയിലാണ് ഈ പേരിങ്ങനെ മെൻഷൻ ചെയ്തിരിക്കുന്നത്, എന്തിലോ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക. ലോർഡ് ജീസസ് കർത്താവെ, ഞാനിന്ന് അനുഗ്രഹിക്കുന്നപ്പ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ പറഞ്ഞതിനെ സ്വീകരിച്ചോണേ. ദൈവം നിങ്ങളുടെ ഭവനത്തിൻ്റെ മേൽ അത്ഭുതകരമായ പ്രവൃത്തിയെ ചെയ്യാൻ വേണ്ടി പോവാം. ബ്രദർ, പറഞ്ഞു. റൂമിലൊരു ബുക്കിൽ എങ്ങനെ ഇരിപ്പുണ്ട് ആ പേര്, റൂമിലിരിക്കുന്ന ബുക്കിൽ എസെക്കിയേൽ ഈ പറഞ്ഞ പോലെ റൈറ്റ് സൈഡിൽ ഈ കലണ്ടർ ആണോ എനിക്കറിയത്തില്ല, പറഞ്ഞു. കലണ്ടറിന്റെ ആണോ ഇങ്ങനെ പറന്ന് നിൽക്കുന്ന, അതൊരു മുറിയുടെ പോർഷനായിട്ടാണ് ഞാൻ കാണുന്നത്. മുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെ പാസ് ചെയ്ത് പോകും ആൾക്കാരായിരുന്നു, അതൊക്കെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത്. തലയ്ക്ക് നമ്മുടെ ഒരു തലപ്പൊക്കത്തിന്റെ അത്രയും അതിന് ആ ഒരു ഹൈറ്റിലാണ് അതിങ്ങനെ വെച്ചിരിക്കുന്നത്. ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത് കാണാൻ പറ്റും. ഞാനിന്ന് ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള കർത്താവ് പറയുന്നു. ഞാനിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ലോർഡ് ജീസസ്, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി കർത്താവ്. പറഞ്ഞോ ബ്രദറെ, എന്റെ ഹാളിലാണ് അത്, കതകിന്റെ അടുത്തായിട്ടാണ് കിടക്കുന്നത്. ബ്രദർ പറഞ്ഞ ഒരു തലപ്പൊക്കത്തിലാണ് കലണ്ടർ കിടക്കുന്നത്. അത് ഏറ്റെടുത്ത സിസ്റ്ററെ കർത്താവിന്റെ നാമത്തിൽ ദൈവത്തെ സാക്ഷിയാക്കി മാറ്റും കേട്ടോ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, നന്ദി പരിശുദ്ധാത്മാവേ. സുബിനും എന്റെ ആങ്ങളയുടെ മക്കളാണ് ബ്രദറെ, മുമ്പേ പറഞ്ഞേ. ഏതാ സിസ്റ്ററെ? ബിബിന് എന്ന് പറഞ്ഞില്ലേ, അതെന്റെ ആങ്ങളയുടെ മോനാ. രണ്ട് ആൺതലമുറയുള്ള ഭവനം പറഞ്ഞോ സിസ്റ്ററെ? ആദ്യം പറഞ്ഞു ബിബിന് രണ്ട് ആൺതലമുറയുടെ കാര്യം പറഞ്ഞു. അത് ഏറ്റെടുത്തോ കേട്ടോ. കർത്താവ് അത് സാക്ഷിയാക്കാൻ വേണ്ടി പോകും. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച കർത്താവ്. പറഞ്ഞു സിസ്റ്ററെ, പറഞ്ഞു. ബെന്നി എന്ന് പറഞ്ഞ ആലോചന ഞാൻ സ്വീകരിക്കുന്നു ബ്രദർ. ബെന്നി എന്ന് പറഞ്ഞ ആലോചന ഞാൻ സ്വീകരിക്കുന്നു. കാരണം മെയ് 2-നാണ് പുള്ളിയുടെ ബർത്ത്ഡേ. ഓ സ്വതന്ത്രം. അതെ, 2 എന്നുള്ള തീയതി കാണിച്ചുകൊണ്ടിരുന്നത് അല്ലേ സിസ്റ്ററെ? 2 എന്നുള്ളത് മെയ് 2 അല്ലേ? അതെ. ഓ, ഇന്ന് ഏറ്റെടുത്ത കേട്ടോ. കർത്താവ് എന്ന ആ വ്യക്തിയെ തൊടുവാണ്. ആ വ്യക്തിക്കകത്ത് നിന്ന് കേട്ടതുപോലെ ആലോചനകളുടെ നിവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോവാം. ലോർഡ് ജീസസ്, നന്ദി പരിശുദ്ധാത്മാവേ. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ലൈവ് കാണുന്നവരെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് പ്രേയറിന്റെ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് സൂമിലേക്ക് പ്രവേശിക്കാം. നിങ്ങൾക്ക് ലൈവായിട്ട് ഈ പ്രാർത്ഥന എക്സ്പീരിയൻസ് ചെയ്യുവാൻ കർത്താവ് സഹായിക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് പാസ്വേഡ് കാണും, അതിലൂടെയോ എവിടെയും നിങ്ങൾക്ക് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു. പറഞ്ഞു. എസെക്കിയേലെന്ന് ഞാൻ എന്റെ ഹോളിന്റെ ഭിത്തിയില് എഴുതി, അലമാരി അടുക്കളയുടെ അലമാരി ഇപ്പുറത്തെ വശം ഹോളാണ്. അപ്പം അവിടെ ഇന്ന് കലണ്ടറും ഉണ്ട്. ഈ തലപ്പൊക്കത്തിലാണ് നിൽക്കുന്നത്. അതെ, എസെക്കിയേലിന് വചനം ഞാൻ എഴുതിയിട്ടേ 37 അധ്യായത്തിന്റെ എഴുതിയിട്ടേക്കുന്ന. അത് ഏറ്റെടുത്തോ കേട്ടോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവെ, ഞങ്ങൾ ഓരോ വ്യക്തികളെയും ഇന്ന് അനുഗ്രഹിക്കുന്നപ്പാ. യേശുവേ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. പരിശുദ്ധാത്മാവേ, ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ ഒരു അടയാളമായിട്ട് കാണിക്കുക. ഞാൻ ആ വീടിന്റെ ഒരു മുറിയാണ് കാണുന്നത്, ഒരു പോർഷനാണ് കാണുന്നത്. അവിടെ ഞാൻ കാണുന്നത് ഈ ഒരു TV-യുടെ റിമോട്ട് ഒരു വ്യക്തി അടുത്തിങ്ങനെ മുകളിലോട്ടൊരു തട്ടിൽ വെച്ചിരിക്കുക. അതിൻ്റെ ഒരു വശം ഇങ്ങനെ പൊട്ടിയിരിക്കുക. ആ ഒരു വശം പൊട്ടിയിരുന്നിട്ട് അതിൽ ഈ റെഡ് കളറിലെ
ഈ പശ പോലത്തെ, അതായത് നമ്മൾ ഒട്ടിച്ചു വെക്കുമല്ലോ, സ്റ്റേപ്ലെയർ കൊണ്ട് ടേപ്പ് കൊണ്ട് ഒട്ടിക്കത്തില്ലേ, റെഡ് കളറിലെ ടേപ്പ് കൊണ്ട് ആ റിമോട്ട് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. അത് അവിടെ തന്നെ ഇരിക്കുവാണ്. ആ വീടിന്റെ അകവാണ് ഞാനിപ്പോൾ കാണുന്നത്. ഞാൻ ആ TV ഇരിക്കുന്ന ആ പോർഷനിൽ നിന്ന് ലെഫ്റ്റിലോട്ട് തിരിയുമ്പം അകത്തോട്ട് കയറുന്ന ഒരു പാത്ത് കാണാം. ഞാൻ അകത്തോട്ട് ഇങ്ങനെ കയറി വരുന്ന സമയത്ത് ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഈ അരപ്പൊക്കത്തിലുള്ള ഒരു ബക്കറ്റ് പോലത്തതിൻ്റെ അകത്തോട്ട് കുറേ സാധനങ്ങൾ ഇങ്ങനെ തിരക്കി തൂങ്ങി പോലത്തത് ഇങ്ങനെ തിക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ അങ്ങോട്ട് അകത്തോട്ട് കയറി വരുമ്പോൾ തന്നെ ഈ അലമാരിയുടെ സൈഡിലായിട്ടൊരു ഇങ്ങനെ വെച്ചിട്ടുണ്ട്, പായ. ഈ വീടാണ് ഞാൻ കാണോട്ടിരിക്കുന്നത്. ഞാനിത് കാണുന്ന ഒരു വ്യക്തിയെ ഞാൻ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത് പോലെ കാണുവാണ്. ഈ വ്യക്തി അലമാരിയുടെ അവിടെ തന്നെ ഈ വെച്ചിട്ടുണ്ട്. ഞാൻ അലമാരി തുറന്നൊരു കാഴ്ചയാണ് ഞാൻ കാണുന്നത്. അലമാരി തുറക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ഫയലിൽ കുറെ ബില്ലുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കുറെ ബില്ല് പോലത്തെ കുറെ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് K എന്ന് പറയുന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന ഒരു പേപ്പർ, K എന്ന് പറയുന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന ഒരു പേപ്പർ, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു പ്രവൃത്തിയെ ദൈവം അയക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞത്. അതേത് ഭവനമാണോ, ഏത് ഭവനവുമായിട്ട് ബന്ധപ്പെട്ടതാണോ, അത് ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് സൂമിലോ ലൈവിലോ എവിടെയാണോ ഇരിക്കുന്നത് ആ വ്യക്തിയുടെ ലൈഫിൽ ഒരു കുരുക്ക് അഴിയാൻ വേണ്ടി പോവാം. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഞാനിപ്പോൾ തന്നെ അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ദുഷ്ടന്റെ ആശ നശിക്കും. അവൻ പല്ല് കടിച്ച് ഉരുകിപ്പോകുന്നുള്ള വചനത്താൽ ബ്ലസ് ചെയ്യുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഏറ്റെടുത്തോണേ. ആമേൻ പറഞ്ഞതിന് പറയാൻ വേണ്ടിയാണ്. ബ്രദറെ, എന്റെ നിങ്ങളുടെ ഈ ഹോളിൽ ഇങ്ങോട്ട് കയറി വരുന്നതിന്റെ ഇടയ്ക്ക് ഈ അലമാരിയുടെ സൈഡില് ഒരു ബക്കറ്റ് പോലുള്ള ഒരു തുണിയൊക്കെ വെക്കുന്ന ഒരു ഇതുണ്ട്, ഒരു പൊക്കമുള്ള ഒരു ഒരു തുണി ഇടുന്നയാ. അതിന്റെ മണ്ടയ്ക്ക് ഒരു 4-5 4-5 പായ ഒന്നിച്ചടുക്കി വെച്ചേക്കുക. അലമാരി തുറക്കുമ്പോ ഫയലുകളുണ്ട്, മേലിന്റെ ഫയലുണ്ട്. അതൊത്തിരി കടയുടെ ഇതും അതും എല്ലാം കൂടെ കടയൊക്കെ ഇതായി പോയായിരുന്നു. കോവിഡ് സമയത്ത് അതിനകത്ത് ഭയങ്കര ഇതായിപ്പോയി, നഷ്ടക്കോളായി, ഭയങ്കര വീടൊക്കെ വിൽക്കേണ്ടി വന്നു. ഓ സ്വത്രം. ഇപ്പൊ മനസ്സിലായോ സിസ്റ്റർ? കർത്താവ് ഇതെല്ലാം കാണുന്നുണ്ടെന്ന് മനസ്സിലായോ? ഇന്നത് കൈയെടുത്ത് വെച്ച് യേശുവിന്റെ നാമത്തിൽ നഷ്ടപ്പെട്ട തുള്ളനും വെട്ടുക്കളിയും നഷ്ടപ്പെട്ടു പോയ സംവത്സരങ്ങൾ യേശുവിന്റെ നാമത്തിൽ മടങ്ങി വരുവാൻ കൽപ്പിക്കുന്നത്. അപ്പൊ ആ സാമ്പത്തിക കുരുക്ക് കർത്താവിന്റെ പ്രിയമക്കളുടെ വീട് പോലും നഷ്ടപ്പെട്ടു പോകേണ്ട അവസ്ഥയിലോട്ട് കടക്കണിയിട്ട് പിശാശെ നിന്റെ എല്ലാ പ്രവൃത്തികളെയും ഇപ്പോൾ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആമേൻ പറഞ്ഞ് സ്വീകരിച്ച്, ആമേൻ പറഞ്ഞ് സ്വീകരിച്ച്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. സിസ്റ്ററെ, അലക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ദൈവം ബന്ധപ്പെടുത്തും കേട്ടോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അത് കുറിച്ച് വെച്ചോണം. അമ്മയുടെ ചേട്ടത്തിയുടെ മോൻ. എവിടെയാള്? സൗദിയിൽ. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ. ഒരു കണക്ഷൻ ദൈവം തരും കേട്ടോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാരും പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ, അങ്ങയുടെ തീ ഇന്ന് എല്ലാവരുടെ മേൽ കത്തുന്നല്ലോ അപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, എല്ലാരും പ്രാർത്ഥിച്ച കർത്താവേ എന്നോട് സംസാരിക്കണമേ പരിശുദ്ധാത്മാവേ എന്ന് പ്രാർത്ഥിച്ച കർത്താവേ, ഞങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്നപ്പ ജനത്തെ അങ്ങ് തൊടണേ അപ്പ. അങ്ങ് അവരെ വിടിവിക്കുവാൻ ഇറങ്ങി വന്നിരിക്കുന്നല്ലോ അപ്പ. അങ്ങോട്ട് സംസാരിക്കുന്ന കൃപയ്ക്ക് തന്നെയപ്പ. അങ്ങയുടെ സംസാരിക്കുന്ന കൃപയ്ക്ക് തന്നെയപ്പ. ലോഫറാൽ അസിയാം തെരിമ ഷോസഫനാറിയാൻ തെലിമേ റാസു ഫ്രൈറ്റ് ബഹസ് ബ്രക്കേലിയ ഫ്രാസിയാൻ തെരി. ഞാനൊരു ഭവനത്തിന്റെ അകത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഞാൻ ആ ഭവനത്തിന്റെ അകത്ത് കാണുമ്പോൾ ഒരു മുറിയില് ഫെബ്രുവരി 25 എന്നുള്ളത് ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ആ മുറിയിൽ ഫെബ്രുവരി 25 എന്നുള്ളത് ഇങ്ങനെ മെൻഷൻ ചെയ്ത് വെച്ചിരിക്കുക. ഫെബ്രുവരി 25. റൂസോ ഫലാറിയാം തെരി മസിയാൻ തെരി. ഫെബ്രുവരി 25. സേറ്റോ ബാറക ബലസിയാൻ തെരി കമഷാക്കലസിയാൻ തെരി. യേശുവിന് അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പം അത് ഏത് വ്യക്തിയുടെ ഭവനത്തിലാണ് അത് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്? കർത്താവിന്റെ ഒരു പ്രവൃത്തിയെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോവാ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഫെബ്രുവരി 25 എന്നുള്ള ഡേറ്റ് അതിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക.
ബ്രദറെ, ആ അത് എന്റെ ഹസ്ബൻഡിന് ക്യാൻസർ ആയിരുന്നു. അത് ഫെബ്രുവരി 25-ാണ് മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയത്. RC-യിലായിരുന്നു ഉം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയത്. 2 ദിവസം 27-ാം തീയതി മരിക്കുന്നു. അപ്പൊ ഒരു ബുധനാഴ്ചയായിരുന്നു കൊണ്ടുപോയത്. അത് കൂടെ ഇടയ്ക്ക് ഓർക്കുമായിരുന്നു. ആ ഡേറ്റ് അത് എവിടെയെങ്കിലും കുറിച്ച് ആ, വെച്ചിട്ടുണ്ടോ സിസ്റ്ററെ? ഇല്ല മുറി ഇല്ല, കുറിച്ച് വെച്ചിട്ടില്ല. ഇതിങ്ങനെ ഇല്ല, കുറിച്ച് വെച്ചാട്ടോ സിസ്റ്റർ ഞാൻ കാണുന്നത്. ഇതിങ്ങനെ അത് പ്രത്യേക വിശേഷ ദിവസമായിരുന്നു ഞങ്ങളുടെ ഈ പള്ളിയില്. അതായത് ചാരബുധൻ എന്ന് പറയുന്ന നോയമ്പ് തുടങ്ങുന്ന ദിവസമായിരുന്നു അന്ന്. ഇത് അവിടെ വല്ലയിടത്തും കുറിച്ച് വെച്ചിട്ടുണ്ടോ? അതായത് കാണുന്ന രീതി എഴുതി വെച്ചിട്ടല്ലോ ഉണ്ടോ? ഇല്ല ഇല്ല, ആ കലണ്ടറിലുണ്ട്. ഇല്ല, എഴുതി വെച്ചിട്ടില്ല. അങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നത്. അതായത് ഈ ഡേറ്റ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക. ഫെബ്രുവരി 25 എന്നുള്ളത് എഴുതി വെച്ചിരിക്കുക. അത് എന്താ ഇല്ല, പറഞ്ഞത്? ബ്രദറെ, പറഞ്ഞോ. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഫെബ്രുവരി 25-ആണ്. ആ ഞാൻ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്റെ റൂമില്. റൂമിൽ എഴുതി ഡേറ്റ് ഓഫ് വെച്ചേക്കുക. ബർത്ത് ബുക്കില്, ബുക്കിൽ എഴുതുക. റൂമിൽ തന്നെ വെച്ചേക്കുന്നത്. നന്ദി യേശു. ഡയറിയില്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ കർത്താവ് ഇന്ന് ആ ഭവനത്തിൽ, ആ മുറിയിൽ കർത്താവിന്റെ സാന്നിധ്യം വെളിപ്പെടും. ദൂതന്മാര് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന മുറിയായി തീരട്ടെ. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ളതാമട്ടെ തന്നെ. ആമേൻ. 1971 എന്ന് പറയുന്ന ഒരു വർഷം ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് ഞാൻ കാണുക. 1971 ആ കുടുംബത്തിന്റെ അകത്ത് തന്നെ ആഗസ്റ്റ് മാസം ഞാൻ എടുത്തു കാണുക. 1971 എന്നൊരു വർഷവും അതോടൊപ്പം തന്നെ ആഗസ്റ്റ് എന്നൊരു മാസവും എടുത്ത് കാണിക്കുവാണ്. ഞാൻ ആ ഒരു ഭവനവുമായി ബന്ധപ്പെട്ട് ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഞാൻ ഈ ഒരു ആത്മീയമായിട്ടൊരു കാഴ്ചയെ കാണുന്നത്, ഈ മേൽക്കൂരയ്ക്കകത്ത് നിന്നും, അതായത് ആ ഭവനത്തിന്റെ ഇപ്പൊ നമ്മളൊരു മേൽക്കൂര പൊളിച്ചു മാറ്റിയാൽ മഴ പെയ്യുമ്പോൾ മുഴുവൻ വെള്ളവും അകത്ത് വരുന്നത് പോലെ നിലനിൽപ്പില്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോവുക. ഈ 1971 എന്ന് പറയുന്ന വ്യക്തിയിൽ ആരംഭിച്ചൊരു വിഷയമാണത്. ആ വ്യക്തിയുടെ ശരീരം എനിക്ക് കാണാൻ പറ്റുന്നില്ല. ആ വ്യക്തിയെ ബേസ് ചെയ്ത് ആരംഭിച്ചതെന്നാണ് പറയുന്നത്. അതിന്നും അതിന്റെ ശക്തിയോടെ ആ ഭവനത്തിന്റെ അകത്ത് നിൽക്കുക. ആഗസ്റ്റ് മാസത്തിൽ ബന്ധപ്പെട്ട ഒരു വ്യക്തിയെ ഇതിങ്ങനെ ചുറ്റിക്കിടക്കുക. ഇന്ന് അത് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, ഇറങ്ങുക. ആരാണോ, ഏത് വീടാണോ അത് ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണം. കർത്താവ് ഇന്ന് ആ ഭവനത്തിൽ പറയാൻ വേണ്ടിയാണോ? ബ്രദറെ, എന്റെ ഹസ്ബൻഡ് ജനിച്ചത് 1971 ഒരു മോൾ ഉണ്ടായിരിക്കുന്ന മോടെ ബർത്ത്ഡേ ഓഗസ്റ്റ് 20 ബ്രദറെ, പറഞ്ഞു. എന്റെ അമ്മ ജനിച്ചത് 1971 ഓഗസ്റ്റ് 19. ഒരു മിനിറ്റ്. ഈ ആലോചനകളുമായിട്ട് ഇപ്പൊ ബന്ധപ്പെട്ട എത്ര പേരുണ്ട് ഇതിന്റെ അകത്ത്? ഇനി കേട്ടെ, ഇതിന്റെ അകത്ത് ബിന്ദു എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് റിലേഷനുള്ള വ്യക്തി ഏത് ഭവനമാ അത്? അതായത് ഡയറക്റ്റ് കണക്ഷനാണ് ഞാൻ കാണുന്നത് ബിന്ദുവായിട്ട്. ആരാ ബിന്ദു? ഞാൻ കാണും എന്റെ കുടുംബത്തിലാണ്. ബിന്ദു എന്ന് പറയുന്നത് എന്റെ ഭർത്താവിന്റെ സഹോദരിയാണ്. ഭർത്താവിന്റെ സഹോദരി. ഈ വീട് ഭർത്താവിന്റെ ഭവനത്തിൽ തന്നെയാണ് ഇപ്പൊ പറഞ്ഞത് 1971 ഉള്ളത്. 1971 എന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. ആഗസ്റ്റ് മാസം എന്താ ബ്രദർ? ആഗസ്റ്റ് മാസം എന്തോ ബന്ധം? കല്യാണമായിരുന്നു. ലോർഡ് ജീസസ്. 18 ഹലോ ബ്രദർ, ആഗസ്റ്റ്. പറഞ്ഞു. ബിന്ദു എന്ന് പറയുന്നത് ഭർത്താവിന്റെ സഹോദരിയാണ് നമ്മുടെ കുടുംബത്തിൽ. ഭർത്താവിന്റെ സഹോദരി. ഹലോ ബ്രദർ, പറഞ്ഞു സിസ്റ്ററെ. എന്റെ ഹസ്ബൻഡ് 1971 എന്റെ പേര് ബിന്ദു എന്നാണ്. ആഗസ്റ്റില് എന്റെ ഹസ്ബൻഡിന്റെ സഹോദരിയുടെ മോള് ജനിച്ചതാ. സിസ്റ്റർ, അതായത് ബിന്ദു സിസ്റ്റർ ആണ്. ഈ 1971 ഉള്ളത് ഹസ്ബൻഡ് ആണ്. ബിന്ദു സൗദിയിലാണ് ഇപ്പം. ആഗസ്റ്റിൽ ജനിച്ചത് എന്റെ ഹസ്ബൻഡിന്റെ സഹോദരിയുടെ മോളാ. സിസ്റ്റർ, ഈ മഞ്ഞ പോലത്തെ ഷെയ്ഡുള്ള
ഭിത്തി ഏത് വീട്ടിലുള്ളത്? ഇളം മഞ്ഞ പോലത്തെ, അതായത് കടും മഞ്ഞയല്ല, ഒരു ലൈറ്റ് കളറിലെ മഞ്ഞ പോലത്തെ പെയിന്റിംഗ് ഉള്ള മുറി ഏത് ഭവനത്തിലായിരിക്കുന്നത്? അത് ക്രീം ഞങ്ങളുടെ കളറാണ് വീടും ബ്രദർ. അത് ഏത് ക്രീം ഭവനത്തിലായിരിക്കുന്നത്? കളറാണോ? ഈ ഇളം മഞ്ഞ, അതായത് എന്റെ വീടും ഒരു ഷീറ്റിട്ട വീടാണ്. ഉം, അത് ഒരുമാതിരി മഞ്ഞ ഇളം ക്രീം മഞ്ഞ പോലെ കളറാണോ? ചന്ദന തന്നെയാണ്. കളറാണോ? ക്രീം അല്ല സിസ്റ്റർ, ഇളം മഞ്ഞ പോലെ. നമ്മൾക്കറിയാലോ ഇളം മഞ്ഞ പെയിന്റ് വരത്തില്ല, നമ്മൾ അകത്ത് അടിക്കുന്ന ആ ഒരു മുറി ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ആ മുറിക്കകത്ത് ഒരു പിതാവിന്റെയും മാതാവിന്റെയും ഫോട്ടോ ഒരുമിച്ചുള്ള ഒരു ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന ഫോട്ടോ അതിൻ്റെ അകത്ത് ഞാൻ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു പോർഷനിൽ ഈ ഫോട്ടോ എവിടെ കാണാൻ പറ്റും? ആ ഭവനം ഏതാ? ആ ഭവനത്തിന്റെ അകത്ത് കർത്താവ് എന്ന് ഒരു പ്രവൃത്തിയെ ദൈവം അയക്കാൻ വേണ്ടി പോവാന്നാ പറഞ്ഞത്. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ യേശുവിന്റെ പറഞ്ഞു എന്റെ വീടാണ് ബ്രദർ. അത് ഏറ്റെടുത്തു. കർത്താവ് ഇന്ന് ആ ഭവനത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ ദൈവം അയക്കാൻ വേണ്ടി പോവാ. നന്ദി യേശുവി. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. സമയം ഇച്ചിരി മുന്നോട്ട് പോയി. വലിയ പ്രവൃത്തിയാൽ കർത്താവ് നിറയ്ക്കും. ആലപ്പുഴയിലെ മീറ്റിംഗ് മറക്കരുത്. എത്തിച്ചേരാൻ കഴിയുന്നവരൊക്കെ അതിൻ്റെ അകത്ത് എത്തുക. കർത്താവിന്റെ നാമത്തിൽ നമ്മൾ ആദ്യമായിട്ടാണ് ആ പട്ടണത്തിൽ പ്രാർത്ഥന ക്രമീകരിക്കുന്നത്. അതിനുശേഷം ഞാൻ നേരിട്ട് അടുത്ത പ്രാവശ്യം വരുവാനും ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം അനുവദിച്ചാൽ അത് കൃപയാൽ നടക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ പ്രാവശ്യം നമ്മളത് ആലപ്പുഴയിൽ പ്രയർ സ്റ്റേഷനാണ്. അതുകൊണ്ട് കർത്താവിന്റെ നാമത്തിൽ വരിക, പ്രാർത്ഥനയോടെ തന്നെ വരിക. ദൈവം സംസാരിക്കുവാൻ ഇടയായിത്തീരും. യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ ഒരു മിനിറ്റ് സിസ്റ്ററെ, ഒരു സെക്കൻഡ്. ഈ സുരഭി എന്ന് പറയുന്ന മോളുള്ള, കസിനോ കൂട്ടുകാരിയല്ല, സുരഭി എന്ന് പറയുന്ന മോളുള്ള വ്യക്തി എന്നെ കേൾക്കുന്നുണ്ടോ? ഇതിൻ്റെ അകത്ത് സൂമിലാണോ അതോ ലൈവിലാണോ? സുരഭി എന്ന് പറയുന്ന മോള്, സ്വന്തം മോള് സുരഭി എന്നുള്ള മോളുള്ളത് ആരാണോ ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഉള്ളത്തിൽ ഒരു നിയോഗം തരുക. സൂമിലാണെങ്കിൽ മ്യൂട്ട് മാറ്റാം, ഇനി ലൈവിലാണെങ്കിൽ ആ ഭവനമെങ്കിൽ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം വേർതിരിക്കാൻ വേണ്ടി സുരഭി, എന്നാ സുരഭിക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കാൻ വേണ്ടി പറഞ്ഞു. പറഞ്ഞോ ഫസ്റ്റ് എന്റെ ഫോണ് ചാർജ് ഇല്ല, ചാർജ് കഴിയാൻ പോണു, സ്വിച്ച് ഓഫ് ആകാൻ പോണേ. അവർക്ക് പ്രാർത്ഥിച്ചോളി. ഇയാൾക്ക് വർത്താനം പറയൂല, കാല് വേദന എടുത്തിട്ട് വല്ലാട്ട് കരയുന്നുണ്ട്. നമ്മൾ ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കുന്ന അവർക്ക് വേണ്ടി. കർത്താവെ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പ പിതാവെ, ഇന്ന് അവർ നാവിന്റെ കെട്ടുകളെ അഴിച്ച് കർത്താവിന്റെ വചനം പറഞ്ഞതുപോലെ ഇന്ന് കർത്താവെ ദൈവരാജ്യത്തിന്റെ ശക്തി, ഊമർ സംസാരിക്കും, ചെകിടർ കേൾക്കും, കുരുടർ കാണും, മരിച്ചത് ഉയർപ്പിക്കും. ഇന്ന് കർത്താവ് ഇന്ന് യേശുവിന്റെ നാമത്തിൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നാവിന്റെ കെട്ട് അഴിക്കട്ടെ. യേശു ക്രൂശിൽ ബലപ്പെട്ട സഹോദരങ്ങളെ കേൾക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇങ്ങനെ എല്ലാവരും ഈ നിമിഷം എല്ലാ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് രോഗികളായി ഭാരപ്പെടുന്നവര്, വേദനകളാൽ ഭാരപ്പെടുന്നവര്, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ എന്ന് പറയാവോ, എൻ്റെ ഈ വേദന, എൻ്റെ ഈ രോഗം, ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒക്കെയും കാൽവരി ക്രൂശിൽ കർത്താവ് വഹിച്ചതൊന്ന് പറഞ്ഞു. എൻ്റെ പ്രിയരെ, യേശു എനിക്ക് വേണ്ടി വില കൊടുത്തതാ. യേശു ഞാൻ സൗഖ്യമാകാൻ വേണ്ടിയും എൻ്റെ രോഗം മാറാൻ വേണ്ടിയും ഞാൻ ഇന്ന് സംസാരിക്കാൻ കഴിയാത്ത സഹോദരങ്ങളെ, നിങ്ങൾ സംസാരിക്കാൻ വേണ്ടിയുള്ള വില യേശു കൊടുത്തു കേട്ടോ. പറഞ്ഞോ, എൻ്റെ ഹൃദയത്തിൽ പറയാൻ പറ്റണം, കർത്താവ് എനിക്ക് വേണ്ടി വില കൊടുത്തു. ഉള്ളത്തിൽ പറഞ്ഞാൽ മതി, കർത്താവ് ഞാൻ സംസാരിക്കാൻ വേണ്ടിയുള്ള വില കൊടുത്തു. ഇന്നെൻ്റെ കാലുകൾ സൗഖ്യമാകുവാൻ വേണ്ടിയുള്ള വില യേശു കൊടുത്തു. കർത്താവ് എൻ്റെ രോഗം വഹിച്ചു. കർത്താവ് എൻ്റെ എല്ലാ ബലഹീനതകളും വഹിച്ചു. കർത്താവ് എല്ലാവരും കൈവച്ചു. എല്ലാ രോഗികളും, എല്ലാ വേദനയുള്ളവരും ഒന്ന് കൈവച്ച് ഒരുമിച്ച് എൻ്റെ കൂടെ പറഞ്ഞ്, സൗഖ്യം എൻ്റെ അവകാശമാണ്, അത്ഭുതം എൻ്റെ അവകാശമാണ്. ഞാൻ രോഗിയാകുകയില്ല, ഞാൻ ദിവ്യ ആരോഗ്യത്തോടെ ഇരിക്കും. ഒരു രോഗത്തിന് എൻ്റെ മേൽ അവകാശമില്ല, ഒരു രോഗശക്തിക്കും എൻ്റെ മേൽ അവകാശം, ഒരു തരി വേദനയ്ക്ക് പോലും എൻ്റെ മേൽ അവകാശമില്ല. യേശു എനിക്ക് വേണ്ടി പൂർണ്ണമായും വില കൊടുത്തതാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഹീലിങ്ങിനെ കൈമാറുന്നപ്പ പൂർണ്ണ സൗഖ്യം കർത്താവ് ശരീരത്തിന്റെ മേലേക്കും കൽപ്പിക്കുന്നില്ലപ്പ. അത്ഭുതകരമായ വിടുതലിനെ കൽപ്പിക്കുന്നപ്പ. പരിശുദ്ധാത്മാവെ, ഇപ്പോൾ തന്നെ അങ്ങ് പ്രവർത്തിക്കുന്നല്ലോ. ആ പിശാചുക്കളെ, രോഗശക്തികളെ, രോഗാത്മാക്കളെ യേശുവിന്റെ നാമത്തിൽ പുറത്താക്കുന്നു. ചലിക്കട്ടെ ദൈവശക്തിയുടെ വ്യാപാരപ്പ.
നന്ദി പരിശുദ്ധാത്മാവേ. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. വേദനകൾ വിട്ടുമാറുന്നു, രോഗങ്ങൾ വിട്ടുമാറുന്നു, മുഴകൾ ചുങ്ങിപ്പോകുന്നു, ക്യാൻസറുകൾ സൗഖ്യമാകുന്നു. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. ഈ സമയത്ത് സാക്ഷ്യമുള്ളവർ, എൻ്റെ ശരീരത്തിലേക്ക് ഒരു പൂർണ്ണ സൗഖ്യം ഉണ്ടായി ഒന്ന് ചെക്ക് ചെയ്ത് ഉണ്ടെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, പകുതിയല്ല പൂർണ്ണ സൗഖ്യം എനിക്ക് ഉണ്ടായെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ മ്യൂട്ട് മാറ്റി പറയാം. സാക്ഷ്യമുള്ളവർ മ്യൂട്ട് മാറ്റി പറഞ്ഞാട്ടെ. താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ. അതിനു മുമ്പായിട്ട് ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ വിതച്ച സഹോദരങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സമൃദ്ധി ഉണ്ടാകട്ടെ. കർത്താവരുടെ ജീവിതത്തിൽ മേൽത്തരമായതുണ്ടായി വരട്ടെ, നന്മയുണ്ടാകട്ടെ. കർത്താവ് വിധകളെ അനുഗ്രഹിക്കുന്നു. അമർത്തി കൊടുക്കുന്ന ഒരളവ് മടിയിലുണ്ടാകട്ടെ. അവരുടെ ജോലിയിൽ, ബിസിനസ്സിനെ അനുഗ്രഹിക്കുന്ന വലിയ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ, മിറക്കിൾ മണിയെ റിലീസ് ചെയ്യുന്നു. മിറക്കിൾ മണിയെ റിലീസ് ചെയ്യുന്നു. നന്മ കൊണ്ട് നിറയട്ടെ. വായ്പ വാങ്ങത്തില്ല, വാരി വിതറി കൊടുക്കും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സാക്ഷ്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മ്യൂട്ട് മാറ്റി പറഞ്ഞാട്ടെ. സാക്ഷ്യങ്ങളുള്ളവര് പറഞ്ഞു. ഞാൻ പ്രസാദമാണ്. പറഞ്ഞു. എന്റെ വൈഫിന്റെ തോളയിൽ വർഷം മുമ്പ്, ഒരു 18 വർഷം മുമ്പ് ക്ലാം വീണ്, ഈ വാർക്കയുടെ തെങ്ങിന്റെ ക്ലാം വീണിട്ട് ഷെയ്ക്ക് ആയിരുന്നു, ചതവായിരുന്നു. അത് വലിയ കാര്യമാക്കിയില്ല. ഇപ്പൊ ഒരു കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ മേലാഴികയായിരുന്നു. ഇന്ന് ഞാൻ അവർക്ക് വേദന സഹിക്കാൻ പറ്റി, ഈ ഞരമ്പ് ബൾജായിപ്പോയി. ആ ഒരു അവസ്ഥയിൽ ഞാൻ ഇന്ന് പകല് നമ്മുടെ അജിത സിസ്റ്ററെ വിളിച്ച് ഒന്ന് പ്രാർത്ഥിച്ച്, ഇപ്പൊ ഒരു കുഴപ്പമില്ല, നോർമലായിട്ട് സന്തോഷത്തോട് ഓടി നടക്കും. അല്ലെങ്കിൽ കട്ടിലേന്ന് എഴുന്നേക്കത്തില്ലായിരുന്നു, ഭയങ്കര വേദനയായിട്ട് കിടക്കുമായിരുന്നു. ഇപ്പൊ കർത്താവ് അത്ഭുതകരമായി വിടിവിച്ച്. നന്ദി കർത്താവ്. അതായത് 18 വർഷമായിട്ട് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടായിരുന്നു, ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുമായിരുന്നു, വേദനയായിരുന്നു. ഇപ്പൊ അത് ഒട്ടും വേദനയില്ല. ഓ കർത്താവ് അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി പറയുന്ന പ്രിയ സഹോദരങ്ങളെ പ്രാർത്ഥിച്ചു. ദൈവം ആ പ്രാർത്ഥന കേട്ടു. ഞാൻ പറഞ്ഞില്ല, സൗഖ്യം നമ്മുടെ അവകാശമാണ്. യേശു നമുക്ക് വേണ്ടി വില കൊടുത്തു. ഗോഡ് ബ്ലസ് യു ബ്രദറെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? പറഞ്ഞാട്ടെ. എന്തോ? സുരഭി സിസ്റ്ററെ മോളുള്ള വ്യക്തിയാണ് ആലോചന, സ്വന്തം മോളുള്ളതാണ് ചോദിച്ചത്. എനിക്ക് യൂട്യൂബിലോ ലൈവിലോ എവിടെയായിരിക്കും ഇത് ആള്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സ്വന്തം എടുത്തു പറഞ്ഞുകൊണ്ടാ കേട്ടോ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരു 5-8 മാസം മുമ്പ് നമ്മളൊരു ഈ വെളിച്ചത്തെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു, ഈ ഭിത്തിയിലോട്ടൊക്കെ നോക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ തുരിശ് നീല കളർ പോലെ വെളിച്ചം സൂചിപ്പോയിലൊക്കെ ഭിത്തിയിൽ നോക്കുമ്പോൾ കാണും എന്ന് ഞാൻ പാസ്റ്ററോട് ഞാൻ പറഞ്ഞായിരുന്നു. ഇപ്പൊ പാസ്റ്റർ പറഞ്ഞു അടുത്ത ക്ലാസ് നമുക്കുണ്ട്, അതിനെക്കുറിച്ച് സംസാരിക്കാന്ന് പറഞ്ഞായിരുന്നു. അതെന്താണെന്ന് ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുക ദൈവനാമത്തിൽ. തീർച്ചയായിട്ടും ബ്രദറെ, നമുക്ക് അതിന്റെ ഒരു ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഒരു ക്ലാസ് നമുക്ക് എടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു സമയവും കാലത്തിന് വേണ്ടിയൊക്കെ ഞാൻ വെയിറ്റ് ചെയ്യുവാണ്. കാര്യം അത് നമ്മളെ ഈ ദൈവിക ദർശനങ്ങളെ പറ്റിയുള്ള ഒരു സമയമാണ്. അപ്പൊ അതിന്റെ എല്ലാം ഒത്തുവരുന്ന സമയത്ത് അതിന്റെ ക്ലാസ് എടുക്കും കേട്ടോ. പ്രാർത്ഥനയോട് ഇരുന്നാൽ മതി. കർത്താവ് ഗോഡ് ബ്ലസ് യു. ഒരു കാര്യം പറഞ്ഞോട്ടെ. പറഞ്ഞു. പിന്നെ എന്റെ അനിയത്തിയെ കുട്ടനാട്ടിലാണ്. അപ്പൊ അവക്ക് പിന്നെ വായി ക്യാൻസർ ആയിട്ട് കീമോയും പിന്നെ മറ്റേ റേഡിയേഷനും ഒക്കെ കഴിഞ്ഞ് പിന്നെ ഓരോ അസുഖവും അവക്ക്. പിന്നെ നടുവിന്റെ ഈ ഈ പുറത്തെ നട്ടലില്ലേ, നട്ടലിന്റെ അവിടെ വേദനയായിട്ട് ഒരു ആശുപത്രി കൊണ്ടുപോയി. കാല് പൊക്കി കിടക്കത്തില്ലേ, അങ്ങനെയൊക്കെ ഇട്ട് കിടന്നു. പിന്നെ അങ്ങനെ ഓരോ അസുഖം. ഇപ്പം ഈ തല കറങ്ങുന്നേ, അവർക്ക് എഴുന്നേറ്റ് ഇച്ചിരി നേരം ഇരിക്കാൻ വയ്യ, ഭയങ്കര. ഞാൻ ചോദിച്ചു, മോളെ നിനക്കൊന്ന് വരാൻ ഒക്കുവോ ആലപ്പുഴ വരെ എന്ന് ചോദിച്ചാ, ചേച്ചി അത്രയും സമയം വണ്ടിയിൽ ഇരുന്ന് എനിക്ക് വരാൻ വയ്യ, പിന്നെ 2-3 മണിക്കൂർ ഇരിക്കാനും വയ്യ. അവള് പ്രാർത്ഥനയൊക്കെ കൂടുന്നത് തന്നെ കിടന്നുകൊണ്ട് തന്നെയാ. ഈ പിന്നെ ഞാൻ പറഞ്ഞു, നിനക്ക് ലിങ്ക് ഇട്ട് തരാം, നീ തീർച്ചയായിട്ടും കയറണമെന്ന് പറഞ്ഞിട്ടുണ്ട്.
നമുക്ക് ഒരുമിച്ച് വേണ്ടി പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും കർത്താവ് എന്ന് പറയണം, കർത്താവ് ക്യാൻസർ ക്രൂശിൽ വഹിച്ചതാണ്. എനിക്കൊന്നിനും കർത്താവ് ഈ ക്യാൻസർ ക്രൂശിൽ വഹിച്ചതാണ്. കർത്താവിന്റെ അടിപ്പലുകൾ എനിക്ക് ക്യാൻസർ സൗഖ്യമായിരിക്കുന്നു പറഞ്ഞാൽ മാത്രം മതി എന്ന് പറയാം കേട്ടോ. അപ്പൊ ഞങ്ങൾ പ്രിയമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പ രോഗക്കിടക്കയിലപ്പ അങ്ങ് അത്ഭുത വൈദ്യരാണല്ലോ. അപ്പൊ യേശുവെ അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ ഒരു പൂർണ്ണ സൗഖ്യം വേണമപ്പ ഞങ്ങളുടെ അവകാശമാണല്ലോ. അപ്പൊ ക്രൂശിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചതാണല്ലോ. അപ്പൊ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കോൾ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ഒരു സാക്ഷ്യം പറയാനുണ്ട് ബ്രദറെ. പറഞ്ഞോ. തന്റെ രാവിലെ മുറ്റത്ത് വന്നതായിരുന്നു. അപ്പം ഒരു